ഹായ് ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് മാറ്റങ്ങൾ അല്ലേ, ഒരുപാട് ചേഞ്ചസ് ഫേസ് ചെയ്ത് പഠിക്കാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ മക്കൾസൊക്കെ. എന്തൊക്കെ മാറ്റങ്ങളാണ് മക്കളെ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്ലാസ് മാറി അല്ലേ, ടീച്ചേഴ്സ് മാറി, സിലബസ് മാറി അല്ലേ, എല്ലാ കാര്യങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ പഴയ സമ്പ്രദായം അല്ലേ, ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ തോൽവി സിസ്റ്റം ഒക്കെ തിരിച്ചു വരുന്നുണ്ട്. അതുപോലെ പാസ് മാർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ചേഞ്ചസുകൾ നിങ്ങൾക്കുണ്ട് അല്ലേ. പക്ഷെ അതിലൊന്നും മാറ്റം സംഭവിക്കാത്ത ഒരു കാര്യമുണ്ട്. എന്താണ് മക്കളെ? നമ്മുടെ പഠിക്കാനുള്ള കഴിവ് അല്ലേ. പഠിക്കാനുള്ള കഴിവിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ചില ആളുകൾ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവും, ചില ആളുകൾ അത് 10th എത്തുമ്പോൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യും അല്ലേ. എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും നമ്മൾ 10th എത്തുന്നതോട് കൂടിയിട്ട് എല്ലാവരും ആ ഒരു കഴിവുണ്ടല്ലോ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നന്നായിട്ട് ശ്രമിക്കും. നന്നായിട്ട് ശ്രമിച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും? നല്ലൊരു റിസൾട്ട് ലഭിക്കും. അത് തന്നെയാണ് മക്കളെ നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റിലും പറയുന്നത്, ട്രയൽസ് ആൻഡ് ട്രയംസ്. എന്താണ് ട്രയൽസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ശ്രമങ്ങളാണ് അല്ലേ. നന്നായിട്ട് പരിശ്രമിക്കുക, നന്നായിട്ട് ശ്രമങ്ങൾ, പരീക്ഷണങ്ങൾ, അതാണ് ട്രയൽസ്. അങ്ങനെ ശ്രമങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എന്തും കൂടി നമുക്ക് ലഭിക്കും? വിക്ടറി ലഭിക്കും അല്ലേ, ട്രയംസ് ലഭിക്കും അല്ലേ. ശ്രമങ്ങളും അതിൻ്റെ കൂടെ നമുക്ക് എന്തുണ്ടാവും? സക്സസ് ലഭിക്കും, വിക്ടറി ലഭിക്കും, വിജയം ലഭിക്കും. അതാണ് നമുക്ക് നമ്മുടെ ഈ ഒരൊറ്റ യൂണിറ്റിൽ പറയുന്നത്, ട്രയൽസ് ആൻഡ് ട്രയംസ് അല്ലേ. ആ ഒരു യൂണിറ്റിൻ്റെ ഹെഡിങ് പോലെ തന്നെ ആയിരിക്കും അതിൽ വരുന്ന എല്ലാ ലെസൺസിനും അതുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് 3 യൂണിറ്റ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റിൽ 3 ലെസൺസ് ആണ് ഉള്ളത്. നമുക്ക് ബാക്കി യൂണിറ്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് നോക്കാം. ഫസ്റ്റ് യൂണിറ്റിൽ 3 ലെസൺസ് വരുന്നുണ്ട് കേട്ടോ. നോക്കാം. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ഇൻ ദ ആറ്റിക്, ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രിമാൻ അല്ലേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ, ഒരു കുഞ്ഞ് ഷോർട്ട് സ്റ്റോറിയാണ്. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് അല്ലേ. എ വെരി ഓൾഡ് മാൻ ഒരു വെരി ഓൾഡ് മാൻ, ഓക്കെ അല്ലേ, വയസ്സായിട്ടുള്ള ആളുകൾ നമ്മുടെ അവിടെ ഉണ്ടാവും. പക്ഷെ എനോമസ് വിങ്സോ, വലിയ ചിറകുകളുള്ള ഒരു വലിയ മനുഷ്യൻ. ആരാണ് മക്കളെ എഴുതിയിട്ടുള്ളത്? ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ്. എവിടെയോ കേട്ടിട്ടുണ്ട് അല്ലേ? ഉണ്ട്. എവിടെയായിരുന്നു? എയ്ത്തിലെ നമ്മുടെ 8ാം ക്ലാസ്സിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാണ്ടായിരുന്നു അല്ലേ. ബുക്കൊക്കെ മാറിപ്പോയി, അതുകൊണ്ട് അത് നമുക്ക് ഇനി നോക്കണ്ട. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് അല്ലേ, അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള, കേട്ടിരിക്കാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ ഷോർട്ട് സ്റ്റോറിയുടെ പ്രത്യേകത, ഇത് മാജിക്കൽ റിയലിസമാണ്. എന്താ മക്കളെ മാജിക്കൽ റിയലിസം? മാജിക്കും റിയാലിറ്റിയും. എന്താ മാജിക് എന്ന് പറഞ്ഞാൽ? മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത എന്തോ ഒന്ന് അല്ലേ, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എന്തോ ഒന്ന്, അതാണ് മാജിക് അല്ലേ. അതിൻ്റെ കൂടെ റിയലിസം എന്ന് പറഞ്ഞാലോ, റിയാലിറ്റി, ഒറിജിനൽ ആയിട്ടുള്ള ഒരു കാര്യം. ഈ ഒരു മാജിക്കും റിയാലിറ്റിയും, ഫാൻറ്റസി ആയിട്ടുള്ള കാര്യം റിയൽ ആയിട്ടുള്ള കാര്യം തമ്മിലൊന്ന് മിക്സ് ചെയ്ത് തന്നിട്ട് നമുക്ക് ഒരുപോലെ തോന്നിക്കും. രണ്ടും കൂടെ നമുക്ക് റിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലോട്ട് വരുന്ന മനോഹരമായിട്ടുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ് മാജിക്കൽ റിയലിസം. ഓക്കെ, ആ ഒരു സ്റ്റൈലിലുള്ള ഒരു സ്റ്റോറിയാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, എ സർവൈവൽ ടെസ്റ്റിമണി. എന്താ മക്കളെ അത് പറഞ്ഞാൽ? ഒരു അതിജീവനത്തിൻ്റെ സാക്ഷ്യപത്രം എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ, ഒരു സ്വന്തമായിട്ടുള്ള ഒരു അനുഭവക്കുറിപ്പാണ് കേട്ടോ. ഇൻ ദി ആറ്റിക്, വ്ലാഡിസ്ലോഫ് സ്പിൽമാൻ. ഓക്കെ, എന്താണ് ഈ വ്ലാഡിസ്ലോഫ് സ്പിൽമാൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു പോളിഷ് പിയാനിസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു പിയാനോ വായിക്കുന്ന ഒരു പോളിഷുകാരനായിട്ടുള്ള ഒരു ജൂ ആയിരുന്നു. അദ്ദേഹം വേൾഡ് വാറിൻ്റെ സമയത്ത്, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഒളിവിൽ താമസിക്കേണ്ടി വരികയും ആ സമയത്ത് അദ്ദേഹം ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അത് അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മറിയലായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദ പിയാനിസ്റ്റ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ബുക്കിൻ്റെ പേര് അതാണ്. അതിൽ നിന്നുള്ള ഒരു ചെറിയ പാർട്ടാണ് കേട്ടോ ഇത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, എ ഡ്രാമാറ്റിക് സ്പീച്ച്, ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമാൻ, വില്യം ഷേക്സ്പിയർ അല്ലേ. മക്കളെ വില്യം ഷേക്സ്പിയറിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡ്രാമയാണ് ജൂലിയസ് സീസർ അല്ലേ. ജൂലിയസ് സീസറിലെ ഒരു മെയിൻ കഥാപാത്രമായിട്ടുള്ള മാർക്ക് ആൻ്റണി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഗംഭീര പ്രസംഗം വെച്ച് കാച്ചുന്നുണ്ട് മക്കളെ. ആ ഒരു പ്രസംഗം എന്ന് പറയുന്നത്, ബ്രൂട്ടസ് ആണ് ജൂലിയസ് സീസറിനെ കൊന്നത് എന്നുള്ളത് ഡയറക്റ്റ് ബ്രൂട്ടസിൻ്റെയും ആളുകളുടെയും മുമ്പിൽ നിന്നിട്ട് അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ആളുകൾ ജനങ്ങളോട് പറയുകയും വേണം ജൂലിയസ് സീസറിനെ ആരാ കൊന്നത് എന്നുള്ളത്. എന്നാലോ നേരിട്ട് പറയുമ്പോൾ അദ്ദേഹത്തിനുള്ള ധൈര്യമില്ല, കാരണം അവർ കൊടുത്ത സ്റ്റേജിൽ അദ്ദേഹം സംസാരിക്കുകയാണ് അല്ലേ. അപ്പം അദ്ദേഹം എന്ത് ചെയ്യാണ്?
മുമ്പിലിരിക്കുന്ന ജനങ്ങളോട് അതിഗംഭീരമായിട്ടുള്ള വാക്കുകളുടെ സമൃദ്ധമായിട്ടുള്ള ഉപയോഗത്തിലൂടെ ഒരു പ്രസംഗത്തിലൂടെ അദ്ദേഹം ആരാണ് ജൂലിയസ് സീസറിനെ കൊന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആ ഒരു പ്രസംഗത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗമാണ് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമാൻ എന്ന് പറയുന്ന വില്യം ഷേക്സ്പിയറിന്റെ ഒരു ഡ്രമാറ്റിക് സ്പീച്ച്. മൂന്നും വളരെ മനോഹരമായിട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കിത് വായിക്കണമെന്ന് തോന്നുന്ന രീതിയിലാണ് അല്ലേ. നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് കടക്കാം. ട്രയൽസ് ആൻഡ് ട്രംസ് അല്ലെ, ശ്രമങ്ങളും വിജയവും എന്ന് പറയുന്ന അതിൽ നമുക്ക് എന്തുണ്ട് മക്കളെ, ഒരു ചെറിയ കോട്ട് ഇവിടെ തന്നിട്ടുണ്ട്. നോക്കാം. ദ ലിറ്റിൽ പ്രിൻസ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് നോവലാട്ടോ. അതിൽ നിന്നുള്ള ഒരു വേർഡാണ്. ഇറ്റ് ഈസ് ഓൺലി വിത്ത് ദ ഹാർട്ട് ദാറ്റ് വൺ ക്യാൻ സീ റൈറ്റ്ലി വാട്ട് ഈസ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ദ ഐ അല്ലെ. ചില കാര്യങ്ങൾ മക്കളെ, ചില കാര്യങ്ങൾ നമുക്ക് എന്തുകൊണ്ടേ കാണാൻ സാധിക്കുകയുള്ളൂ? ഹൃദയം കൊണ്ട് അല്ലേ. ചില കാര്യങ്ങൾ നമുക്ക് കണ്ണുകൊണ്ട് കണ്ടറിയാൻ സാധിക്കില്ല, ചില കാര്യങ്ങൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. ചില കാര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ടാണ് മക്കളെ കാണേണ്ടത്? ഹൃദയം കൊണ്ടാണ്, മനസ്സ് കൊണ്ടാണ് അല്ലേ. ലവ് അല്ലേ, സ്നേഹം, കരുണ അല്ലേ, നമ്മുടെ ഇന്നർ സ്ട്രെങ്ത്തുകൾ, ഇതൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും ഇല്ലേ. ഇതൊക്കെ കണ്ണുകൊണ്ട് കഴിയാൽ അതിൽ ആത്മാർത്ഥത ഉണ്ടാവില്ല, അതിൻ്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തതും മനസ്സുകൊണ്ട് അറിയേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നോക്കാം. ലെറ്റ്സ് ലോഗിൻ അല്ലേ. ചാപ്റ്ററിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു വേർഡൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. നോക്കില്ല മക്കളെ. ദർ ഇസ് നോ സൺ വിതൗട്ട് ഷാഡോ, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദ നൈറ്റ്. ആൽബർട്ട് കാമസിന്റെ ഒരു നല്ല ഭയങ്കരമായിട്ടുള്ള ഡയലോഗ്സ് ആണ് കേട്ടോ. നോക്കാം. നിഴലില്ലാതെ, ഷാഡോ ഇല്ലാതെ ഒരു സൂര്യനുമില്ല. ഇവിടെ സണ്ണിന് പകരം നിങ്ങൾ ലൈറ്റ് എന്ന് കൊടുക്കാം അല്ലേ. എന്താണ്, ഒരു പ്രകാശത്തിന് എന്തുണ്ടാവും? ഒരു ഷാഡോ ഉണ്ടാവും അല്ലേ. ഒരു വെളിച്ചത്തിന് ഒരു നിഴലുണ്ടാവും. ഐ മീൻ നിഴലില്ലാതെ വെളിച്ചമില്ല അല്ലേ. ഇരുട്ടില്ലാതെ വെളിച്ചമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദ നൈറ്റ്. നിങ്ങൾ രാത്രിയെയും അല്ലേ, ഇരുണ്ട് ഭയാനകരമായിട്ടുള്ള ആ രാത്രിയെയും നിങ്ങൾ അറിയൽ നിർബന്ധമാണ്. അല്ലാതെ വെളിച്ചം മാത്രം എനിക്ക് കണ്ടാൽ മതി, ഇരുട്ട് എനിക്ക് ഇഷ്ടമില്ല, അങ്ങനെ പറയുന്നില്ല, അർത്ഥമില്ലല്ലോ അല്ലെ. ഐ മീൻ പറഞ്ഞു വന്നത് ലൈഫിൻ്റെ എല്ലാ പാർട്ടും നമ്മൾ അറിയണം. ഹാപ്പിനെസ് ആയിട്ടുള്ള മൊമെന്റ്സ് മാത്രം നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. സാഡും നമ്മൾ അനുഭവിക്കണം അല്ലേ. ദുഃഖം അറിയണം, എന്നിട്ട് നമ്മൾ സന്തോഷം അറിയണം അല്ലേ. പരാജയം അറിയണം, എന്നിട്ട് നമ്മൾ വിജയം അറിയണം. അതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ നിഴലില്ലാതെ ഒരു വെളിച്ചവുമില്ല. ഐ മീൻ ലൈഫിൻ്റെ രണ്ട് സൈഡും നമുക്ക് എന്ത് തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അല്ലേ. സങ്കടം അറിഞ്ഞവനല്ലേ, ദുഃഖം അറിഞ്ഞവന് മാത്രമേ ഉള്ളൂ വിജയം ആസ്വദിക്കാൻ കഴിയുക എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത്രയും നല്ലൊരു വേർഡാണ് കേട്ടോ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സിമ്പിളാണ് കേട്ടോ, ഒരു നിർബന്ധിതമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പഠിക്കൽ അത്യാവശ്യമൊന്നുമല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. What do you think sun and shadow mean in the context? ഓക്കെ. ഇവിടെ നിങ്ങൾ കേൾക്കുന്നില്ലേ, ഇവിടെ ഒരു സണ്ണും ഇവിടെ ഒരു ഷാഡോ ഉണ്ട് അല്ലേ. എന്താണ്, സൂര്യനും ഒരു നിഴലും ഉണ്ട്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ഈ വാക്കിൽ സൺ എന്താണ്, അഥവാ ഷാഡോ എന്താണ്, വെളിച്ചം എന്താണ്, നിഴൽ എന്താണെന്നാണ് ചോദ്യം. നോക്കാം. Sun could represent the good moments in life, happiness, truth, beauty, and shadow then implies the necessary contrast, pain, doubt, sorrow, and the darker aspect of the existence. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ സൺ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ നല്ല മൊമെന്റ്സുകളിൽ എന്തൊക്കെയാണ്, ഹാപ്പിനെസ് അല്ലേ, സന്തോഷം, ട്രൂത്ത്, അതുപോലെ ബ്യൂട്ടി അല്ലേ, ഇതൊക്കെ നല്ല നല്ല ലൈഫിലെ നല്ല നല്ല വശങ്ങളാണ് കേട്ടോ. അതാണ് സണ്ണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നേരെ മറിച്ച് അത്യാവശ്യമായിട്ട് വരുന്ന ഭാഗങ്ങളായിട്ടുള്ള പെയിന്, എന്താണ്, വേദനാജനകം, ഡൗട്ട്, സോറോ, ദുഃഖം, ദുരിതം, ഇതൊക്കെയാണ് ഷാഡോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ. ദെൻ ഇൻ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഹി ഈസ് സേയിങ് വി ക്യാൻ ട്രൂലി നോ ഹാപ്പിനെസ്, ട്രൂത്ത്, മീനിങ് വിത്തൗട്ട് ഓൾസോ ഫേസിങ് സഫറിങ്, ലോസ് ആൻഡ് ഡൗട്ട്. എന്താ പറഞ്ഞത് മക്കളെ? ലൈഫിൽ സഫറിങ്ങും ലോസും നഷ്ടവും ബുദ്ധിമുട്ടും ദുരിതങ്ങളും എല്ലാം നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും എന്തില്ല, അതിൻ്റെ മറ്റൊരു വശമായിട്ടുള്ള ഹാപ്പിനെസ്സും ട്രൂത്തും ഒന്നും നമുക്ക് യഥാർത്ഥത്തിൽ ആസ്വദിക്കാൻ കഴിയുകയില്ല. അതിൻ്റെ മനോഹാരിത നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തനുഭവിക്കണം, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. ദേ ഡിഫൈൻ ഈച്ച് അതർ. അവർ പരസ്പരം എന്താണ്, ഒരു കോയിനിൻ്റെ രണ്ട് വശം എന്ന് പറയുന്നത് പോലെയാണ് ഇത് രണ്ടും. Then second question,
വാട്ട് ഡസ് ദ നൈറ്റ് റെപ്രസ്? ഓക്കെ, നമ്മളിവിടെ പറഞ്ഞല്ലോ ഇരുട്ട് അല്ലേ, ഒരു ആയമേറിയ ഇരുട്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻ ക്യാമസ് കോഡ് ദ നൈറ്റ് റെപ്രസ് ദ ഡീപ്പസ്റ്റ് ഡാർക്ക്നെസ്, നോട്ട് ജസ്റ്റ് ദ ആബ്സൻസ് ഓഫ് ദ ലൈറ്റ്. അല്ലേ, വെളിച്ചമില്ലായ്മയല്ല ഉദ്ദേശിച്ചത്, ഒരു ലൈഫിന്റെ ഒരു ഇരുണ്ട വശം എന്ന് തന്നെയാണ് കേട്ടോ. ഇറ്റ് ക്യാൻ സിംബലൈസ് ദ എക്സിസ്റ്റൻഷ്യൽ ഡെസ്പെയർ, ഐസൊലേഷൻ, ദ അബ്സർഡ് കണ്ടീഷൻ, painful life, suffering, struggling, the harshest, the most testing part of the human experience. അല്ലേ, നമ്മുടെ ലൈഫിൽ വളരെ ബുദ്ധിമുട്ടേറിയ, വളരെ ഒറ്റപ്പെട്ടിട്ടുള്ള അവസ്ഥയും നിരാശയും ബുദ്ധിമുട്ടും സ്ട്രഗിളിങ്ങും സഫറിങ്ങും ഒക്കെയാണ് ഈ ഒരു നൈറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ തേർഡ് വൺ, ഹൗ ആർ ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ് റിലേറ്റഡ് ടു ഈച്ച് അതർ? അല്ലേ, എങ്ങനെയാണ് ഈ ബാഡ് ടൈമും ഗുഡ് ടൈമും ഇങ്ങനെ പരസ്പര പൂരകങ്ങളായിട്ട് ഇങ്ങനെ നിലകൊള്ളുന്നത് എന്നാണ് ചോദ്യം. You only truly recognize happiness because you are known sadness. അല്ലേ, നമുക്ക് ഹാപ്പിനെസ്, സന്തോഷം നമുക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്തുകൂടെ ഫേസ് ചെയ്തിട്ടുണ്ടാവണം? സാഡ്നെസ്, അല്ലേ, ദുഃഖത്തിൻ്റെ ഒരു വശം കൂടെ. ജോയ് ഫീൽ സ്വീറ്റർ ആഫ്റ്റർ സോറോ. അല്ലേ, വിഷമം, ദുരിതം, സങ്കടങ്ങൾക്ക് ശേഷമുള്ള സന്തോഷത്തിന് മധുരം എന്തായിരിക്കും? ഇരട്ടി ആയിരിക്കും. അല്ലേ, പീസ് ഫീൽസ് പ്രിഫൗണ്ട് ആഫ്റ്റർ കയോസ്. അല്ലേ, യുദ്ധങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ബഹളങ്ങൾക്കും ശേഷമുള്ള സമാധാനത്തിന് എന്തായിരിക്കും? അതിമധുരമായിരിക്കും. ഞാൻ പറയുന്നത് പോലെ തന്നെ കേട്ടോ. വിത്തൗട്ട് ദ ബാഡ് ടൈംസ് ദ ഗുഡ് വൺ മൈറ്റ് ജസ്റ്റ് ഫീൽ ഓർഡിനറി. അല്ലേ, ബാഡ് ടൈംസ് നമ്മൾ ഫേസ് ചെയ്തിട്ടില്ലെങ്കിൽ, ബാഡ് ടൈം നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് മക്കളെ? ഈ ഗുഡ് ടൈംസ് എന്ന് പറയുന്നത് നമുക്കൊരു സാധാരണ പോലെ തന്നെ തോന്നും. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട്. അല്ലേ, കൈൻഡ്നസ് ആൻഡ് എംപതി ആർ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഇൻ അവർ വേൾഡ്. എന്താണ് കൈൻഡ്നസും എംപതിയും? അല്ലേ, ചാപ്റ്ററിന് മുമ്പുള്ള ഈ ഒരു ഭാഗത്തിന് ചാപ്റ്ററായിട്ട് നല്ല ബന്ധം ഉണ്ടാവും. നോക്കാം. കൈൻഡ്നസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അനുകമ്പ. അല്ലെ, ദയയുടെ ഒരു ഭാഗം. അല്ലെ, ഒരു അനുകമ്പ, മറ്റുള്ളവരോട് നമുക്ക് തോന്നുന്ന ഒരു അനുകമ്പ. കൈൻഡ്നസ് ആൻഡ് എംപതി. എംപതി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എംപതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളോട് അവരുടെ സ്ഥാനത്ത് നമ്മളാണെന്ന് ചിന്തിച്ചു കൊണ്ട് തോന്നുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഓക്കെ, അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് സിമ്പതിയേക്കാൾ കൂടുതൽ ആയത്തിലായിരിക്കും അത്. ഓക്കെ, ആ വ്യക്തിയുടെ സ്ഥാനത്ത് ഞാൻ നിൽക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് തോന്നുന്ന ഫീലിംഗ് ആണ് എംപതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ എംപതിയും ഈ കൈൻഡ്നസും അനുകമ്പയും എംപതിയും എല്ലാം എന്താണ്? നമ്മുടെ ലോകത്തിന് നമുക്ക് വേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ള ക്വാളിറ്റീസ് ആണ്. These spread light and hope even in the darkest time. ഡാർക്കസ്റ്റ് ടൈമിൽ പോലും ഈ രണ്ട് കാര്യങ്ങൾക്ക് ലൈഫിൽ ഒരു പ്രതീക്ഷയും വെളിച്ചവും തരാൻ സാധിക്കും. Our society tends to isolate the ones who appear different, especially those who are weak and vulnerable. അല്ലേ, നമ്മുടെ സൊസൈറ്റിക്ക്, നമ്മുടെ സമൂഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ, അല്ലേ, പ്രത്യേകിച്ച് വീക്കും വൾണറബിളും, ദുർബലരും. വൾണറബിൾ മീൻസ് ദുർബലരായിട്ടുള്ള, വീക്ക് മീൻസ് എന്താ? ശോചനീയമായിട്ട്, മീൻസ് ശേഷിയില്ലാത്ത, അല്ലേ, വീക്കും വൾണറബിൾ ആയിട്ടുള്ള ആളുകളെ, പ്രത്യേകിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഈ ഡിഫറെൻ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? മെൻ്റലി ഫിസിക്കലിയൊക്കെ ബാക്ക്ലോട്ടായിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അല്ലേ, ഫിസിക്കലി മെൻ്റലി ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, ഹെൽത്ത് വശം ആ ഒരു സൈഡിൽ. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ പ്രത്യേകിച്ച് ഒറ്റപ്പെടുത്തുന്ന ഒരു പ്രത്യേകത നമ്മുടെ സമൂഹത്തിനുണ്ട് എന്നാണ് പറയുന്നത്. വി മേ നോട്ട് ഓൾവേസ് റിയലൈസ് ദാറ്റ് ഈവൻ സ്മോൾ ആക്ട്സ് ഓഫ് കമ്പാഷൻ ക്യാൻ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ മെനി ലൈഫ്സ്. കമ്പാഷൻ മീൻസ് എന്താ മക്കളെ? ഈ പറഞ്ഞത് തന്നെ ദയ, അനുകമ്പ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? വി മേ നോട്ട് ഓൾവേസ് റിയലൈസ് ദാറ്റ് ഈവൻ, നമ്മൾ തിരിച്ചറിയുന്നില്ല എന്താണ്? ഈവൻ എ സ്മോൾ ആക്ട് ഓഫ് കമ്പാഷൻ, നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ അനുകമ്പ, നമ്മുടെ ഭാഗത്തു നിന്ന് അവരോട് തോന്നുന്ന ഒരു ചെറിയ അനുകമ്പ പോലും അവരുടെ ലൈഫിൽ വലിയൊരു എഫക്റ്റ്, അവരുടെ ലൈഫിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ചിന്തിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. അല്ലേ, എനോമസ് മീൻസ് എന്താണ് മക്കളെ? ലാർജ്, ബിഗ് എന്നൊരർത്ഥത്തിൽ കേട്ടോ. About the author. നമുക്ക് ഓഥറിനെ കുറിച്ച് നോക്കാം. ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ്, 1927-2014. was a Colombian novelist and one of the greatest writer of the 20th century. അദ്ദേഹം എന്താണ്? ഒരു കൊളംബിയൻ റൈറ്റർ ആണ്, നോവലിസ്റ്റ് ആണ്. അത് മാത്രമല്ല 20ാം നൂറ്റാണ്ടിൽ, അല്ലേ, 20th സെഞ്ചുറിയിൽ വളരെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. He was awarded the Nobel Prize for the Literature in 1982. അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ലിറ്ററേച്ചർ ലഭിച്ചിട്ടുണ്ട് 1982, 1982.
ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ അല്ലേ, അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, നോ വൺ റൈസ് ടു കേണൽ ആൻഡ് 100 years ഓഫ് സോളിറ്റ്യൂഡ് അല്ലേ. ഈ ഒരു 3-4 വർക്ക് അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സുകളാണ്. ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ ലാറ്റിൻ അമേരിക്കൻ റൈറ്റർ ഓഫ് അവർ ടൈം അല്ലേ. ആ ടൈമിലുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ആ ഒരു മെയിൻ ആയിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള റൈറ്റർ ആയിരുന്നു അദ്ദേഹം. ദെൻ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം മക്കളെ. ഈ ഒരു ചാപ്റ്ററിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ചെറിയ കഥ, ഇതിൻ്റെ ഒരു തുടക്കം പറയാം. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഈ കഥ ഒരുപാട് എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതൊരു വലിയ സ്റ്റോറിയാണ്. ഓക്കെ, വലുതെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ കൂടെ ഒരു വലിയ സ്റ്റോറിയാണ്. അതൊരുപാട് എഡിറ്റ് ചെയ്തിട്ടാണ് നമുക്കിത് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലോട്ട് കിടക്കാം. ഇത് നടക്കുന്നത് ഒരു കടൽ തീരത്താണ്. അവിടെ ഒരു 3-4 ദിവസമായിട്ട് നന്നായിട്ട് ഹെവി ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. ഭയങ്കര മഴയാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ഫുള്ള് മഴയാണ്. അപ്പോൾ അവിടെയുള്ള കടലിൻ്റെ തീരത്തൊക്കെ എന്തുണ്ട്, അവിടുത്തെ പൊത്തുകളും മാളങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വെള്ളം വന്നിട്ട് അടഞ്ഞു കിടന്നിട്ടുണ്ട്, ഒക്കെ അടഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ പൊത്തുകളിലും മാളങ്ങളിലും ഒക്കെ കടൽ തീരത്തിൻ്റെ സൈഡിൽ താമസിക്കുന്ന ക്രാബുകൾ ഉണ്ടാവും, ഞണ്ടുകൾ അല്ലേ. ഈ ഞണ്ടുകൾ ഈ പൊത്തുകളും മാളങ്ങളൊക്കെ അവർ താമസിക്കുന്ന പൊത്തുകളും മാളങ്ങളൊക്കെ അടഞ്ഞതുകൊണ്ട് അവരെന്ത് ചെയ്തു, സ്വാഭാവികമായിട്ട് അവിടെ അടുത്തുള്ള വീടുകളിലോട്ട് കയറാൻ തുടങ്ങി. നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള പെലായുടെ വീട് ഈ പറഞ്ഞ പോലെ കടൽ തീരത്തിൻ്റെ സൈഡിലാണ്. ഓക്കെ, അപ്പോൾ അവരുടെ വീട്ടിലോട്ടും എന്ത് ചെയ്തു, ഞണ്ടുകൾ കയറി വരാൻ തുടങ്ങി. അപ്പോൾ പെലായും അദ്ദേഹത്തിൻ്റെ വൈഫും എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, പെലായും വൈഫ് എലിസൻ്റെയും കൂടെ ഈ ഞണ്ടുകളെയൊക്കെ തല്ലിക്കൊന്നിട്ട് വീടിൻ്റെ ഒരു സൈഡിലിട്ടു. കയറി വരുന്ന ഞണ്ടുകളെയൊക്കെ തല്ലിക്കൊന്ന് സൈഡിലിട്ടു. ഓക്കെ, അപ്പോൾ അവരുടെ വീട്ടിലൊരു കുഞ്ഞു കുട്ടിയുണ്ട്, വളരെ ചെറിയ കുട്ടിയാണ് കേട്ടോ, നടക്കാനൊന്നും തുടങ്ങിയിട്ടില്ല, ചെറിയ കുട്ടിയാണ്. ഈ മോൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്തു, ഈ കുട്ടിക്ക് പെട്ടെന്ന് അസുഖം വരാൻ തുടങ്ങി അല്ലേ. പനിയൊക്കെ വന്ന് കുറച്ച് ഫുഡൊന്നും കഴിക്കാൻ കഴിയാതെ വളരെ മൂർഖനാവസ്ഥയിലോട്ടുള്ള ഒരു രീതിയിലോട്ടൊക്കെ അസുഖം മാറും. അപ്പോൾ ഇവരെന്തുകൊണ്ടാണ്, ഇവർ വിചാരിക്കുകയാണ് ഈ ക്രാബുകളുടെയൊക്കെ ചീഞ്ഞൊരു മണവും ഇതിങ്ങനെ കൊന്ന് വീട്ടിലിട്ടിട്ടാണ് ഈ മോൾക്ക് അസുഖം വന്നത്, ഞങ്ങളുടെ കുട്ടികൾ അസുഖം വന്നതെന്ന് അവർ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെല എന്ത് ചെയ്തു, ഈ കൊന്നിട്ടിട്ടിരിക്കുന്ന ഈ ക്രാബുകളെയൊക്കെ കൊണ്ട് എന്ത് ചെയ്യാണ്, കടലിലോട്ട് കൊണ്ടുപോയി കളയാണ് അല്ലേ. അവിടെ കൊണ്ടുപോയി കളയാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോയിട്ട് അദ്ദേഹം കളഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വരികയാണ്. അദ്ദേഹം വീട്ടിലോട്ട് കയറി വരുന്നിടത്തുനിന്നാണ് നമ്മുടെ സ്റ്റോറി തുടങ്ങുന്നത്. അപ്പോൾ അത്രയും എന്താണ് മക്കളെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് നൂൺ. നല്ല ഉച്ചയാണ്, നല്ല നട്ടുച്ച നേരമായിട്ട് പോലും എന്താണ്, ദ ലൈറ്റ് വാസ് വീക്ക്, എന്താണ്, വെളിച്ചം കുറവാണ്. ഈ ലൈറ്റ് മീൻസ് സൂര്യപ്രകാശം. ഓക്കെ, അതുകൊണ്ട് ലൈറ്റ് കുറവായത് ഞാൻ പറഞ്ഞു. അവിടെ 2-3 ദിവസമായിട്ട് നല്ല കനത്ത മഴയാണ് അല്ലേ. മഴക്കാലത്ത് മൊത്തത്തിൽ നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ തന്നെയല്ല, ഒരു ഇരുട്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഉച്ചയായിട്ട് പോലും എന്താണ്, പ്രകാശം വളരെ കുറവാണ്. പെലായോ അല്ലെ നമ്മുടെ മെയിൻ ക്യാരക്ടറാട്ടോ. മെയിൻ ക്യാരക്ടർ മീൻസ് നമ്മുടെ ഓൾഡ് മാനെ പോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ. പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ഹൗസ് അല്ലേ. ഞാൻ പറഞ്ഞല്ലോ ക്രാബിനെ കൊണ്ടുപോയി കളയാൻ പോയതായിരുന്നു. തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ഇറ്റ് വാസ് ഹാഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോയിങ് ഇൻ ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ് അല്ലേ. നമ്മുടെ കോർട്ട്യാർഡ്, മുറ്റത്തിൻ്റെ റിയർ മീൻസ് പിൻവശത്തായിട്ട്, പിറകിലായിട്ട് എന്തോ ഒന്ന് മുരളുക അല്ലേ. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഞെരുങ്ങി മുരളുന്നതിനാണ് ക്രോണിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മുറ്റത്തിൻ്റെ തൊട്ട് പിറകിലായിട്ട്, മുറ്റത്തിൻ്റെ പിൻവശത്തായിട്ട് എന്ത് ചെയ്യുന്നു, എന്തോന്ന് ഞെരങ്ങുകയും മൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ് വാസ് ഹാഡ് ഫോർ ഹിം ടു സീ. പക്ഷെ അദ്ദേഹത്തിന് അത് കാണാൻ കുറച്ച് പ്രയാസമായിരുന്നു. കാരണം എന്താ, വെളിച്ചം കമ്മിയാണെന്ന് ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ്, അവിടെ പ്രകാശം കമ്മിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്ര ക്ലാരിറ്റി ഇല്ല. അദ്ദേഹം ഇങ്ങനെ കാണുന്നുണ്ട് എന്തോന്നും ഞെരങ്ങുന്നതും ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യുന്നതും, പക്ഷെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ വാട്ട് ഇറ്റ് വാസ് ആൻ ഓൾഡ് മാൻ ആൻഡ് വെരി ഓൾഡ് മാൻ. അദ്ദേഹത്തിന് വളരെ അടുത്ത് പോവേണ്ടി വന്ന് എന്താണെന്ന് കാണാൻ. എന്താണ് എന്നിട്ട് കണ്ടത്, ഇറ്റ് വാസ് ആൻ ഓൾഡ് മാൻ, എ വെരി ഓൾഡ് മാൻ. അതെന്താണ്, ഒരു വയസ്സായ വ്യക്തിയാണ്. വെറും വയസ്സാണോ, വളരെ വയസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ദ മാൻ വാസ് ലൈങ് ഫേസ് ഡൗൺ ഇൻ ദ മാറ്റ് അല്ലേ. പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ വളരെ പ്രായമുള്ള ഒരാൾ മണ്ണിലോട്ട് മുഖം കമഴ്ത്തിയാണ്, ഫേസ് ഡൗൺ, മുഖം ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുകയാണ് മണ്ണിലോട്ട് കേട്ടോ. മഡ് മീൻസ് ചെളി അല്ലേ. ആ മഴക്കാലത്ത് ഓൾറെഡി പറഞ്ഞു നല്ല മഴയാണ്, അപ്പോൾ ചെളി മണ്ണൊക്കെ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നുണ്ടാവും. അതിലോട്ട് അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുകയാണ്. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രമൻഡസ് effort, the man couldn't get up, impeded by his enormous wings. ഇല്ലേ മക്കളെ നോക്കാം.
ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രമൻഡസ് എഫേർട്ട് അല്ലെ, ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രമൻഡസ് എഫേർട്ട് അല്ലെ, അദ്ദേഹത്തിന്റെ അതികഠിനമായ പരിശ്രമം ചെയ്തിട്ട് പോലും, ഇൻസ്പൈറ്റ് ഓഫ് എന്നാൽ അങ്ങനെയാട്ടോ, ചെയ്തിട്ട് പോലും, എന്നിട്ട് പോലും എന്നൊരർത്ഥത്തിലാട്ടോ. അപ്പോൾ അതികഠിനമായിട്ടുള്ള ഒരു എഫേർട്ട് ചെയ്തിട്ട് പോലും ദ മാൻ കുഡിൻ ഗെറ്റ് അപ്പ്, നമ്മുടെ ഓൾഡ് മാൻ എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിന് എന്താണ് തടസ്സം? ഇംപെൻഡഡ്, അദ്ദേഹത്തിന് ഒരു തടസ്സമുണ്ട്. ബൈ ഹിസ് എനോമസ് വിങ്സ് അല്ലെ, അദ്ദേഹത്തിന്റെ ആ വലിയ ചിറകുകളാണ് എന്ത്, അദ്ദേഹത്തിന്റെ ആ വലിയ ചിറകുകളാണ് അദ്ദേഹത്തിന് തടസ്സം അല്ലെ. അതികഠിനമായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, എന്നിട്ട് പോലും അദ്ദേഹത്തിന് എണീക്കാൻ സാധിക്കാത്തത് ആ വലിയ ചിറകുകളാണ് തടസ്സം. ഓക്കെ, നമുക്ക് പഴയ പോലെ ഒന്നുമല്ല, ടെക്സ്റ്റ് ബുക്കിലൊക്കെ കുറച്ച് ഡാർക്കായിട്ട് ന്യൂ വേർഡ്സ് ഒക്കെ തന്നുകൊണ്ട് തന്നെ നമുക്ക് ന്യൂ വേർഡ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലേ മക്കളെ. അപ്പോൾ ഇൻഡിപെൻഡന്റ് മീൻസ് എന്താണ്? തടസ്സം നിൽക്കുക അല്ലെ. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ് Pelayo ran to get Elisenda, his wife. He was putting compressors on their sick child. അല്ലേ, ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ് അല്ലേ, ആ കാഴ്ച കണ്ടപ്പോൾ പേടിച്ചുകൊണ്ട് പെലയോ റൺ ടു ഗെറ്റ് എലിസണ്ട അല്ലെ. എലിസണ്ട എന്ന് പറയുന്നത് അവരുടെ വൈഫിന്റെ അടുത്തേക്ക് ഓടിച്ചേരുകയാണ് അല്ലെ. അവരുടെ വൈഫ് എന്ത് ചെയ്യാണ്? ഹി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ് അല്ലെ. കുട്ടിക്ക് അസുഖമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ രോഗിയായിട്ടുള്ള അസുഖം പിടിച്ച് കിടക്കുന്ന കുട്ടിക്ക് ഇങ്ങനെ നെറ്റിയിലും ശരീരത്തിലൊക്കെ തുണി നനച്ചിട്ട് കൊടുക്കുക, അതിനാണ് കംപ്രസസ് എന്ന് പറയാം കേട്ടോ. ശരീരത്തിലൊക്കെ നമ്മൾക്ക് നല്ല ചൂടുള്ളപ്പോൾ നനഞ്ഞൊരു കോട്ടൻ്റെ തുണി ഇട്ട് തരാറുണ്ടല്ലോ അല്ലെ. അതുപോലെ നനഞ്ഞ കോട്ടൻ്റെ തുണി, കംപ്രസസ് എന്ന് പറഞ്ഞാൽ ആ നനഞ്ഞ കോട്ടൻ്റെ തുണി വയ്യാത്ത കുട്ടിയുടെ മുകളിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആര്? നമ്മുടെ വൈഫ് എലിസണ്ട. ഹി ടുക്ക് ഹർ ടു ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. അദ്ദേഹം എന്ത് ചെയ്തു? അവളെ മുറ്റത്തിന്റെ പിറകിലോട്ട് കൊണ്ടുവന്നു. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫോളൻ ബോഡി. അവിടെ കിടക്കുന്ന ആ ബോഡിയിലെ, അവിടെ വീണ് കിടക്കുന്ന ഫോളൻ ബോഡിയിലോട്ട് അവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്? നന്നായിട്ട് ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. ആ മനുഷ്യന്റെ രൂപം, ആ മനുഷ്യൻ എന്ത് ഡ്രസ്സാണ് ധരിച്ചിട്ടുള്ളത്? ഒരു റാഗ് പിക്കറുടെ. റാഗ് പിക്കർ എന്ന് പറഞ്ഞാൽ ഈ പഴയ സാധനങ്ങൾ പൊറുക്കുകയും അത് കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യുന്ന ആളുകളാണ് കേട്ടോ. വേറൊരു മീനിങ് പറയുകയാണെങ്കിൽ തുണികൾ ശേഖരിക്കുകയും വിൽക്കുകയും എന്ന് പറയും. പക്ഷെ നിങ്ങളുടെ ഇപ്പോൾ വന്ന് പഴയതെടുക്കുന്ന ആളുടെ ഒരു പിക്ചറല്ല ഈ ഉദ്ദേശിച്ചത് കേട്ടോ. പണ്ട് കാലത്തൊക്കെ പഴയതൊക്കെ പൊറുക്കാൻ വരുന്ന ആളുകൾക്കൊരു ഭിക്ഷക്കാരുടെയൊക്കെ അതിലും ദയനീയമായിട്ടുള്ളൊരു ഡ്രസ്സിങ് രീതിയൊക്കെ ആയിരിക്കും അല്ലേ. ആ ഒരു രീതിയിലുള്ള റാഗ് പിക്കറാട്ടോ ഉദ്ദേശിച്ചത്. സാധനങ്ങളൊക്കെ വീട്ടിലൂടെയൊക്കെ വന്ന് പഴയതൊക്കെ വന്ന് പൊറുക്കി പോകുന്ന ആ ഒരു രീതിയിലുള്ള ഒരു റാഗ് പിക്കറാണ്, ഈ പിക്ചറാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. then there were only a few faded hairs left on his bald skull അല്ലേ. അദ്ദേഹത്തിന്റെ ബാൾഡ് കഷണ്ടി ആയിട്ടുള്ള തലയോട്ടിയിൽ എന്താ ഉള്ളത്? എ ഫ്യൂ ഫാഡഡ് ഹെയർസ് ലെഫ്റ്റ് അല്ലേ. കൊഴിഞ്ഞ് വീയാറായിട്ടുള്ള വളരെ കുറച്ച് മുടികൾ മാത്രമേ, കട്ടിയില്ലാത്ത, ഫാഡഡ് മീൻസ് കട്ടിയില്ലാത്ത, നശിച്ചു പോവാനായിട്ടുള്ള കുറച്ച് മുടികളും. ആൻഡ് വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. വായിൽ വളരെ കുറച്ച് പല്ലുകൾ മാത്രമാണ് ഉള്ളത്. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ സീംഡ് ദാറ്റ് ഓഫ് എ റിച്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അല്ലേ. അദ്ദേഹത്തിന്റെ ആ ദയനീയമായിട്ടുള്ള ആ ഒരു അവസ്ഥ, ദയനീയമായിട്ടുള്ള ആ ഒരു രൂപമൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഒരു നനഞ്ഞ് കുതിർന്ന് നിൽക്കുന്ന റിച്ച്ഡ് ആയിട്ടുള്ള ഒരു വയസ്സായിട്ടുള്ള മുത്തശ്ശനെ പോലെയാണ് തോന്നുന്നത്. ദിസ് took away any sense of grandeur he might have had അല്ലേ. ദിസ് took away, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഡ്രസ്സിങ്ങും ഈ മുടി ഇല്ലാത്തൊരവസ്ഥയും കുറച്ച് പല്ലും ഇങ്ങനെയുള്ള മൊത്തത്തിലുള്ള ഇതൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിൽ നിന്നും എടുത്തു മാറ്റിയിട്ടുണ്ട്. എന്ത് എടുത്തു മാറ്റിയിട്ടുണ്ടെന്ന് ഉദ്ദേശിച്ചത്? എ സെൻസ് ഓഫ് ഗ്രാജുവർ, ഒരു മറ്റുള്ളവർക്ക് അട്രാക്ഷൻ തോന്നേണ്ട ഘടകങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ ശരീരത്തിൽ. ഒരാളെ കാണുമ്പോൾ നമുക്ക് അട്രാക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഘടകങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഹി മൈറ്റ് ഹാവ് അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഉണ്ടാവേണ്ടതായിട്ടുള്ള, ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ടതായിട്ടുള്ള, ആ വ്യക്തിക്ക് ഉണ്ടാവേണ്ടതായിട്ടുള്ള, മനുഷ്യന് തോന്നുമ്പോൾ അട്രാക്ഷൻ തോന്നുന്നതായിട്ടുള്ള ഒരു കാര്യവും അദ്ദേഹത്തിൻ്റെ എല്ലാം പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. His huge buzzard wings dirty and half plucked. അദ്ദേഹത്തിന്റെ വലിയ കഴുകനെ പോലെ തോന്നിക്കുന്ന ചിറകുകൾ വളരെ ഡേർട്ടിയാണ്, വളരെ വൃത്തിഹീനമായിട്ടുണ്ട്. ആൻഡ് ഹാഫ് പ്ലക്ഡ് അല്ലേ, പകുതി പറഞ്ഞ് പോയിട്ടുണ്ട്. വേർ എൻജാങ്കിൾഡ് ഇൻ ദ മഡ്, എന്താണ് അതെന്ത് ചെയ്തിട്ടുണ്ട്? ചളിയിൽ കുതിർന്ന് നിൽക്കുകയാണ് എന്നാണ്. എൻജാങ്കിൾഡ് എന്ന് പറഞ്ഞാൽ ചളിയിൽ കുതിർന്ന് നിൽക്കുകയാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ചിറക്.
They looked at him so long, so closely that Pelayo and Elisenda very soon overcome their surprise. അല്ലെ അവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്, ഒരുപാട് നേരം ലോങ് അതുപോലെ സോ ക്ലോസ്ലി ഒരുപാട് നേരം വളരെ ക്ലോസ് ആയിട്ട് അവർ ആ ഒരു വ്യക്തിയെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെലായോ ആൻഡ് എലിസണ്ട വെരി സൂൺ ഓവർകം ദയർ സർപ്രൈസ്. പെട്ടെന്ന് തന്നെ അവരുടെ ആ നെട്ടിൽ നിന്ന് അവരെന്ത് ചെയ്തു, ഓവർകം ചെയ്തു. ഓക്കെ, ആൻഡ് ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിസ് ഫെമിലിയർ. അവസാനം കുറേ നേരം നോക്കി നിന്നപ്പോൾ അവർക്ക് എന്തായി, ആ ഒരു പരിചയമുള്ള മുഖം പോലെയൊക്കെ തോന്നി തുടങ്ങി. Then they dared speak to him. He answered in an incomprehensible dialect with a strong sailor's voice. അല്ലേ, അവസാനം അവർ കുറച്ച് ധൈര്യമൊക്കെ അവരോട് സംസാരിക്കുമ്പോൾ he answered, അദ്ദേഹം മറുപടി കൊടുക്കുന്നുണ്ട്, in an incomprehensible dialect. അല്ലേ, നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത ഏതോ ഒരു ഭാഷ, നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത ഒരു ഭാഷയിലാണ് അദ്ദേഹം തിരിച്ച് മറുപടി കൊടുക്കുന്നത്. എങ്ങനെ? വിത്ത് എ സ്ട്രോങ് സൈലേഴ്സ് വോയിസ്. നല്ല കട്ടിയായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള സൗണ്ടോട് കൂടിയിട്ടുള്ള ഒരു കപ്പൽ നാവികൻ്റെ, അല്ലെ, ഒരു കപ്പൽ യാത്രക്കാരൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ശബ്ദത്തോടു കൂടി ഒട്ടും മനസ്സിലാവാത്ത ഏതോ ഒരു ഭാഷയിലാണ് അദ്ദേഹം ആൻസർ കൊടുത്തത്. They concluded that he was a lonely castaway from some foreign ship wrecked by the storm. അല്ലേ, അവർ അവസാനം ഒരു കൺക്ലൂഷനിലെത്തി. ഇതൊക്കെ കണ്ടിട്ട് അവരൊരു നിഗമനത്തിലെത്തി. എങ്ങനെ എത്തി? ഇദ്ദേഹം എന്താണ്, ഒരു ഒറ്റപ്പെട്ടിട്ടുള്ള കാസ്റ്റവേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഷിപ്പ് അപകടത്തിൽ നിന്നും ഒക്കെ രക്ഷപ്പെട്ട് വരുന്ന ആൾക്കാണ് കാസ്റ്റവേ എന്ന് പറയാം. ഒരു ഫോറിൻ ഷിപ്പ് സ്റ്റോം റെക്കഡ് ബൈ ദ സ്റ്റോം, കൊടുങ്കാറ്റിൽ തകർന്നിട്ടുള്ള ഒരു ഫോറിൻ ഷിപ്പിൽ നിന്നും രക്ഷപ്പെട്ട് വന്നിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് അവർ നിഗമനത്തിലെത്താണ് കേട്ടോ. റെക്കഡ് മീൻസ് ഇങ്ങനെ ഇടിച്ച് തകർന്നിട്ടില്ല. ഓക്കെ, ദെൻ they called in a neighbor woman to see him. അല്ലേ, അവരൊരു നൈബർ വുമനെ കാണാൻ വിളിച്ചു. ഇവിടെയും ചെറിയൊരു എഡിറ്റിങ് വരുന്നുണ്ട് കേട്ടോ. ശരിക്കുള്ള ബുക്കിൽ ഈ നൈബർ വുമന് മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഡെത്തിനെ കുറിച്ചും മരണാന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ പറയാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് ആ ബുക്കിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇവരെന്ത് ചെയ്യാണ്, then they called in a neighbor woman to see. അവരൊരു നൈബർ വുമന്, ഒരു അയൽവാസിയായിട്ടുള്ളൊരു സ്ത്രീയെ കാണാൻ കൊണ്ടുവരികയാണ്. All she needed was one look to show them their mistake. ആ ലേഡിക്ക് അധികം ഒന്നും വേണ്ടി വന്നിട്ടില്ല, ഒരൊറ്റ നോട്ടം വേണ്ടി വന്നിട്ടുള്ളൂ. അവരെത്തിയ നിഗമനം തെറ്റാണെന്ന് ഈ ലേഡിക്ക് പറയാൻ ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ ആ ലേഡി അത് പറഞ്ഞു. ഹി ഈസ് ആൻ ഏഞ്ചൽ. അദ്ദേഹം ഒരു മാലാഖയാണെന്നാണ് നമ്മുടെ നൈബർ വുമൺ പറഞ്ഞത്. ഓക്കെ, ഷീ ടോൾഡ് ഹിം he must have been coming for the child, but the poor fellow is so old that the rain knocked him down. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറയാണ്, ഈ മനുഷ്യൻ, ഈ ഒരു ഏഞ്ചൽ വന്നിട്ടുള്ളത് നിങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു, നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, അപ്പം വന്ന ടൈമിൽ ഇത് വളരെ ഓൾഡ് ആയതുകൊണ്ട് തന്നെ മഴ എന്ത് ചെയ്തു, മഴ നല്ല സ്ട്രോങ്ങിൽ പെയ്തുകൊണ്ടിരിക്കല്ലേ 3 ദിവസമായിട്ട്. അപ്പം ഈ മഴയുടെ ശക്തിയിൽ മഴ അദ്ദേഹത്തെ തള്ളി താഴോട്ടിട്ടു, മഴ അദ്ദേഹത്തെ ഇടിച്ച് താഴോട്ടിട്ടു എന്നാണ് പറയുന്നത്. മഴയുടെ ശക്തി അദ്ദേഹത്തിന് താങ്ങിയില്ല, മഴയിൽ ചെന്നിട്ട് ഇടിച്ചിട്ട് മഴയുടെ പവറിൽ അദ്ദേഹം താഴോട്ട് വീണത് ആണെന്നാണ് ഈ നൈബർ വുമൺ പറയുന്നത്. നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി വന്നതാണ്, അത് മാത്രമല്ല എന്താണ്, മഴയുടെ പവറിൽ അത് താഴോട്ട് വീണതാണ് എന്നാണ് പറയുന്നത്. നോക്കാം. On the following day, everyone knew the flesh and blood angel was held captive in Pelayo's house. അല്ലേ, അടുത്ത ദിവസങ്ങളിലായിട്ട് ബാക്കി ദിവസങ്ങളിലായിട്ട് ഇത്രയും പെട്ടെന്ന് ഒരു ന്യൂസ് അങ്ങ് സ്പ്രെഡായി. എന്ത് ന്യൂസായിരുന്നു മക്കളെ? ഫ്ലഷ് ആൻഡ് ബ്ലഡ് കാരണം എന്താ, ഇറച്ചിയും അതുപോലെ ചോരയുമുള്ള, അല്ലേ, മാംസവും ചോരയുമുള്ള എന്ന് പറഞ്ഞാൽ എന്താ, ജീവനുള്ള എന്ന അർത്ഥത്തിൽ കേട്ടോ. മാംസവും ചോരയുമുള്ള ഒരു വ്യക്തി, ഒരു മാലാഖ എന്ന് പറയുമ്പോൾ ജീവനുള്ള ഒരു മാലാഖ, ദാറ്റ് വാസ് ഹെൽഡ് ഇൻ ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ തുറങ്കിലടക്കുക, അല്ലേ, പ്രിസണറാക്കിയിട്ട് വെക്കുക, ജയിലടച്ച് വെക്കുക എന്നൊക്കെ പറയില്ല, തടങ്കിലാക്കി വെച്ചിട്ടുണ്ട്. എവിടെ? പെലായോസ് ഹൗസ്. പെലായുടെ വീട്ടിൽ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ആയിട്ടുള്ള ജീവനുള്ള ഒരു മാലാഖയെ തടങ്കിലാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് ന്യൂസ് അങ്ങോട്ട് സ്പ്രെഡ് ആവുകയാണ് കേട്ടോ. പെലായോ വാച്ച്ഡ് ഓവർ ഹിം
all afternoon from the kitchen armed with his bay leaf club. അല്ലേ, പെലായൊക്കെ ഒരു സമാധാനമല്ല. പെല എന്ത് ചെയ്യാണ്, ഫുൾ ടൈം അല്ലേ, ആഫ്റ്റർനൂൺ ഫുൾ ടൈം ആയിട്ട് ഓൾ ആഫ്റ്റർനൂൺ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തെ കിച്ചണിൽ നിന്നിട്ട് നന്നായിട്ട് നോക്കുന്നുണ്ട്. പേടിച്ചിട്ടാണ് അല്ലേ, ഇതെന്താണ്, ആരാണ്, ആക്രമിക്കുമോ ഒന്നും ഒരു ഐഡിയ ഇല്ല അല്ലേ. ഫാമിലി ഉണ്ട്, ചെറിയ കുഞ്ഞുണ്ട് അല്ലേ, എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിട്ട് ഫുൾ ടൈം നോക്കുന്നുണ്ട്. വെറുതെ നോക്കുകയാണോ? പെല ഒരു കോടതിയിൽ വർക്ക് ചെയ്യുന്ന ലോയറല്ല, കോടതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ, കോടതിയിൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ ഒരു ദണ്ട് ഉണ്ടാവും. ഓക്കെ, ആ ദണ്ടും കൂടെ കൊണ്ടുവന്നിട്ടാണ് പലായ വന്നിട്ടുള്ളത്. ആ ദണ്ട് കയ്യിൽ പിടിച്ചിട്ട്, ബൈലീഫിന്റെ കയ്യിലുണ്ടാവുന്ന ക്ലബ്ബ് എന്ന് പറയുമ്പോൾ, ക്ലബ്ബ് പറഞ്ഞാൽ ദണ്ടാണ് കേട്ടോ. ബൈലീഫാണ് പലായയുടെ ജോലി. ഓക്കെ, അവിടെ ഉണ്ടാവുന്ന അവരുടെ കയ്യിലുള്ള ഒരു ദണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ കൈ പിടിച്ചിട്ട് എന്തെങ്കിലും ഒരു തട്ടിമുട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് തടയാം എന്ന അർത്ഥത്തിൽ ആ ദണ്ടൊക്കെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. Before going to bed, he dragged him out of the mat, locked him with the hens in the chicken coop. അല്ലെ, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് പെല എന്ത് ചെയ്യാണ്, അതിനെ വലിച്ചിങ്ങെടുക്കുകയാണ്. എന്തെന്ന്, മഡിൽ നിന്നും വലിച്ചിഴച്ച് കൊണ്ടുവന്നിട്ട്, ഡ്രാഗ്ഡ് ഹിം ഔട്ട് പറഞ്ഞാൽ വലിച്ചിഴച്ച് കൊണ്ടുവരിക. and locked him with the hands in the chicken coop. അല്ലേ, എന്നിട്ട് അവരുടെ കോഴികളുടെ കൂട്ടത്തില് ചിക്കൻ ക്യൂപ്പില് മീൻസ് എന്താണ്, കോഴിക്കൂടില് എന്ത് ചെയ്യാണ്, അദ്ദേഹത്തെ ഇട്ടിട്ട് ലോക്ക് ചെയ്യാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ലോക്ക് ചെയ്ത് വെക്കുകയാണ്. A short time afterward, the child woke up without the fever and with the desire to eat. അല്ലേ, പെട്ടെന്നൊരു സംഭവിക്കാണ്, വളരെ പെട്ടെന്ന് തന്നെ, വളരെയധികം വയ്യാതായിരുന്ന അവിടെ കുട്ടി എന്ത് ചെയ്യാണ്, പെട്ടെന്ന് പനിയൊക്കെ മാറി, ഫീവറൊക്കെ മാറിയിട്ട് എണീറ്റ് വരികയാണ്. അത് മാത്രമല്ല, ഭക്ഷണം കഴിക്കാൻ താല്പര്യം കാണിക്കുകയാണ്. 2 ദിവസമായിട്ട് കുട്ടിക്ക് പല വയ്യായികയായിട്ട് കുട്ടി ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലായിരുന്നു. അപ്പൊ കുട്ടിയുടെ പനിയൊക്കെ മാറി ഉഷാറായിട്ട് വന്ന് കുട്ടി ഭക്ഷണം കഴിക്കാനൊക്കെ താല്പര്യം കാണിക്കുകയാണ്. Then they felt magnanimous. അവർക്ക് ഇതെന്തായി, അവർക്ക് അവരുടെ മനസ്സിനുള്ളിൽ ഒരു അത്ഭുതം കൊണ്ട് അവർക്ക് അതൊരു ഉദാര മനസ്കത തോന്നി. അവർ ചിന്തിക്കുകയാണ്, എന്താണ് ചിന്തിക്കുന്നത്, ഇത് നമ്മുടെ ഈ ഏഞ്ചൽ അല്ലേ, നമ്മുടെ ഏഞ്ചൽ വന്നിട്ടാണ് കുട്ടി ഇങ്ങനെ എണീറ്റ് വന്നത് എന്നൊക്കെ തോന്നിയിട്ട് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഉദാര മനസ്കത അല്ലേ, ഒരു വിശാല മനസ്കത തോന്നുകയാണ്. ആരോട്, ഈ നിൽക്കുന്ന ഏഞ്ചലിനോട്. ഓക്കെ, so they decided to put the angel on a raft with fresh water and the provisions for 3 days and leave him to the fate on the high sea. അതുകൊണ്ട് അവർ എന്ത് തീരുമാനിക്കാണ്, ഈ ഏഞ്ചലിന് ഒരു റാഫ്റ്റ്, ഒരു ചെങ്ങാടം അല്ലേ, ചെങ്ങാടം നിർമ്മിച്ചിട്ട് അല്ലെങ്കിൽ ചെങ്ങാടം കൊണ്ടുവന്നിട്ട് അതിൽ കിടത്തുക അല്ലെങ്കിൽ അതിലാക്കുക. എന്നിട്ട് അതിനാവശ്യത്തിന് കുടിക്കാൻ വേണ്ട ഫ്രഷ് വാട്ടർ വെച്ച് കൊടുക്കുക. ഒരു 2-3 ദിവസം പിടിച്ച് നിൽക്കാനുള്ള ഭക്ഷണങ്ങളും അവർ കടലിലോട്ടല്ലേ വിടുന്നത്, അതിന് വേണ്ട കാര്യങ്ങൾക്കാണ് ഈ പ്രൊവിഷൻസ് പറയുക. 2-3 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കടലിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ലീവ് ഹിം ടു ദ ഫേറ്റ് ഓൺ ദ ഹൈ സീ. അല്ലേ, കടലിലോട്ട് പറഞ്ഞു വിടുക, കടലിൻ്റെ തീരുമാനങ്ങളുടെ വിധികൾക്ക് പറഞ്ഞു വിടുക പറഞ്ഞാൽ എന്താണ്, കടലിലോട്ട് വിടുക. ബാക്കി രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടും, കടൽ വിചാരിച്ചാൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ അതിൻ്റെ വിധിക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക. ഓക്കെ, but when they went out into the courtyard at the first light of the dawn, അല്ലേ, ഇതൊക്കെ വിചാരിച്ചവർ കിടന്നുറങ്ങിയല്ലോ. അപ്പം രാവിലെ അല്ലേ, പ്രഭാതം പൊട്ടിവിടരുന്ന ആദ്യ പ്രകാശം വരുന്നതിന് മുമ്പ് അവര് മുറ്റത്ത് വന്നപ്പോൾ അവർ എന്താ കാണുന്നത്, കോർട്ട്യാർഡിൽ പുറത്തോട്ട് വന്നപ്പോൾ they found the whole neighborhood in front of the kitchen coop having fun with the angel. എന്താ കണ്ടത്, അവരുടെ അയൽവാസികളും എന്ത് ചെയ്തിട്ടുണ്ട്, ആ കിച്ചൺ കൂപ്പിന്റെ മുമ്പിൽ വന്നിട്ട് നമ്മുടെ ഈ ഏഞ്ചലിന്റെ കൂടെ ഫണ്ണ് ചെയ്തുകൊണ്ടിരിക്കുക. ഏഞ്ചലിനെ ഇങ്ങനെ തോണ്ടും തൊട്ടും ഏഞ്ചലോട് വർത്താനം പറഞ്ഞു, ഏഞ്ചലിനെ കുറിച്ച് സംസാരിച്ചൊക്കെ അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. The visitors were tossing him things to eat through the opening in the kitchen. അല്ലെ, എന്താണ് ആ കാണാൻ വന്നിട്ട് ആളുകൾ ടോസിങ് ചെയ്യുന്നുണ്ട്. ടോസിങ് മീൻസ് എന്താ, എറിഞ്ഞു കൊടുക്കുന്നുണ്ട് ഭക്ഷണങ്ങളൊക്കെ. ഈ കൂപ്പിന്റെ നമ്മുടെ ഈ കോഴിക്കൂടിന്റെ ഒക്കെ ഇടയിലൂടെ ഇങ്ങനെ ഒരു വിടവ് ഉണ്ടാവുമല്ലോ, ആ വിടവിലൂടെ ഭക്ഷണമൊക്കെ അകത്തോട്ട് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. It was as if he were in a supernatural creature but a circus animal. അവരിതിനെ ഒരു അമാനുഷികമായിട്ടുള്ള സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ആയിട്ടല്ലേ, ഒരു അമാനുഷിക ശക്തിയുള്ള ഒരു ജീവിയായിട്ടൊന്നല്ല അവരിതിനെ കാണുന്നത്, ഒരു സർക്കസ് ആനിമലായിട്ട്. ഒരു സർക്കസിലൊക്കെ ചെന്നാണ്ടാവുന്ന മൃഗങ്ങൾ ഉണ്ടാവില്ലേ, സർക്കസിലുള്ള കോമാളി മൃഗങ്ങൾ ഉണ്ടാവും അല്ലേ, അങ്ങനെയുള്ള സർക്കസിലൊക്കെ നിർത്തിയിട്ടുള്ള ഒരു മൃഗത്തിനെ കളിപ്പിക്കുന്ന പോലെയാണ് അവർ കളിപ്പിക്കുന്നത്. അല്ലാതെ അവർക്ക് ഒരു സൂപ്പർ നാച്ചുറൽ ആനിമലായിട്ടോ അമാനുഷിക ശക്തിയുള്ള ഒരു ഏഞ്ചലായിട്ടൊന്നും അവർക്ക് തോന്നിയിട്ടില്ല. അവർ ഫൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
The news of the captive angel spread with a great rapidity. വളരെ സ്പീഡിൽ എന്ത് ചെയ്യാണ് ഈ ഒരു അടച്ചു വെച്ചിട്ടുള്ള ഈ ഏഞ്ചലിനെ കുറിച്ച് എന്ത് ചെയ്യാണ് പെട്ടെന്ന് ന്യൂസ് അങ്ങ് സ്പ്രെഡ് ആവാണ്. After a few hours, the courtyard had the bustle of the marketplace. കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ, കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവരുടെ മുറ്റം എന്ത് ചെയ്യാണ് ചന്തയിൽ ആളുകൾ നിറഞ്ഞതുപോലെ നിറയാണ്. ഓക്കെ. Then the couple had to call in troops to disperse the mob. അവസാനം ആ മോബ്, ആ കൂട്ടത്തെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അവർക്ക് ട്രോപ്സ് മീൻസ് പോലീസിനെ വിളിക്കേണ്ടി വന്നു. ഡിസ്പേഴ്സ്, പിരിച്ചുവിടാൻ വേണ്ടിയിട്ട്. അവസാനം ആ തിക്കും തിരക്കും ഒക്കെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അവർക്ക് ആര് വിളിക്കേണ്ടി വന്നു? പോലീസിനെ വിളിക്കേണ്ടി വന്നു. കോളിൻ, മക്കളെ ഫ്രേസൽ വെർബ്സ് ഒക്കെ നോക്കി വെച്ചോടും. ഒരുപാട് ഫ്രേസൽ വെർബ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. കോളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആപത്ത് ഘട്ടത്തിലോ അത്യാവശ്യത്തെ ഘട്ടത്തിലോ ഒരാളെ വിളിച്ചു വരുത്തുന്നതിനാണ് കോളിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവരെ അവസാനം അവരെ പിരിച്ചുവിടാൻ പോലീസിനെ തന്നെ വിളിച്ചു വരുത്തേണ്ടി വന്നു. ദേ ഗോട്ട് ദ ഐഡിയ ഓഫ് ഫെൻസിങ് ഇൻ ദ യാർഡ്. അവരെന്ത് ചെയ്തു? അവർക്കൊരു ഐഡിയ കിട്ടി. മീൻസ് അവരെന്ത് ചെയ്യാണ്? അവർ മുറ്റത്ത് എന്ത് ചെയ്യാണ്? ഫെൻസ് മീൻസ് എന്താ? മതിൽ കേട്ടോ. അവർ മതിൽ കെട്ടാൻ തീരുമാനിക്കുകയാണ്. ആൻഡ് ചാർജിങ് 5 cents ഫോർ ദ അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ. അത് മാത്രമല്ല, അത് എലിസണ്ട് പറഞ്ഞു കൊടുക്കുന്ന കേട്ടോ. എന്നിട്ട് അവർ പറയാണ് ആ ഏഞ്ചലിനെ കാണാൻ വരുന്ന ആളുകളുടെ അടുത്ത് നിന്ന് 5 cents, അല്ലേ? സെന്റ് മീൻസ് നമ്മുടെ ഇവിടെ പൈസ എന്നൊക്കെ പറയുന്ന പോലെ കേട്ടോ, റുപ്പി എന്ന് പറയുന്ന പോലെ 5 cents വെച്ചിട്ട് കാണാൻ വരുന്ന ഒരാളെടുത്ത് നിന്ന് വാങ്ങാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ, അല്ലേ? ക്യൂരിയസ് മീൻസ് എന്താ? കാണാൻ ആകാംക്ഷയുള്ള ആളുകൾ. ഫാർ അവേ മീൻസ് ഒരുപാട് ദൂരത്തു നിന്നും കാണാൻ ആകാംക്ഷയുള്ള ആളുകൾ വന്നു തുടങ്ങി. The most unfortunate invalids on earth came in search of the health, അല്ലേ? അത് മാത്രമല്ല, the most unfortunate invalid, നിർഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ, അല്ലേ? ഏറ്റവും നിർഭാഗ്യവാന്മാരായിട്ടുള്ള ഇൻവാലിഡ്സ്. അൺഫോർച്ചുനേറ്റ് നിർഭാഗ്യന്മാർ. ഇൻവാലിഡ്സ് മീൻസ് എന്താണ്? ദുർബലരായിട്ട്, മീൻസ് രോഗികളായിട്ടുള്ള അത്രയും ഭാഗ്യമില്ലാത്ത ആളുകൾ വരെ എന്ത് ചെയ്യാണ്? സെർച്ച് ഫോർ ഹെൽത്ത്, അവരുടെ രോഗങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ. പെലായോ ആൻഡ് എലിസണ്ട were happy with the fatigue, അല്ലേ? ഈ ഒരു ഫാറ്റിക്, അല്ലേ? ഇവര് ഫാറ്റിക് മീൻസ് എക്സ്ട്രീം ടയേർഡാണ്, ക്ഷീണിക്കുകയാണ്. ആളുകൾ ഇങ്ങനെ വരില്ലേ? ആളുകൾ വരുന്നു, പൈസ കൊടുക്കുന്നു, കാണുന്നു, പോകുന്നു. ഇത് അവരുടെ വീട്ടിൽ ഇങ്ങനെ നിറയല്ല. അപ്പോൾ അവരെന്ത് ചെയ്യാണ്? അവരിതൊക്കെ ഹാപ്പിയാണ്. അവർ ഈ ഒരു തിരക്കും ഈ ഒരു ഫാറ്റിക്കൊക്കെ എന്ത് ചെയ്യാണ്? അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. In less than a week, they had crammed their rooms with money, അല്ലേ? ഒരൊറ്റ വീക്കിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ റൂമുകളൊക്കെ എന്ത് ചെയ്യാണ് മക്കളെ? പൈസ കൊണ്ട് നിറയാണ് കേട്ടോ. ക്രാംഡ് മീൻസ് വിറച്ചല്ല, നിറച്ചു. ഓക്കെ, നിറക്കുക. ഓക്കെ, ക്രാംഡ് മീൻസ് നിറക്കുക കേട്ടോ. പൈസ കൊണ്ട് അവരുടെ റൂമുകളൊക്കെ ഒരാഴ്ചനുള്ളിൽ തന്നെ നിറയാണ് കേട്ടോ. Still the line of the pilgrims waiting their turn to enter reached beyond the horizon. എന്നിട്ട് പോലും പിൽഗ്രിംസ്, അല്ലേ? എന്താണ് ഈ പിൽഗ്രിംസ് പറഞ്ഞാൽ? എന്താണ്? നമ്മൾ ഈ തീർത്ഥാടന യാത്രകൾ എന്നൊക്കെ പറയാം. അവർക്കതൊരു തീർത്ഥാടന യാത്ര പോലെയാണ് വരുന്ന ആളുകൾക്ക്. ഓക്കെ, എന്നിട്ടും ആ തീർത്ഥാടന യാത്രകൾ ആളുകൾ എന്ത് ചെയ്യാണ്? അവരുടെ ഹൊറൈസൺ മീൻസ് ചക്രവാഹങ്ങൾക്കും അപ്പുറം അവരെന്ത് ചെയ്യാണ്? അവർ വെയിറ്റ് ചെയ്യാണ് അവരെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, the angel was the only one who took no part in his own act. അപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടകം പോലെയൊക്കെ നമുക്ക് തോന്നാം, അല്ലേ? ഒരു മാലാഖ വരുന്നു, അനോമസായിട്ട് മാലാഖ വരുന്നു, ഒരു പൈസ വാങ്ങുന്നു, ആളുകൾ കാണുന്നു, പോകുന്നു. പക്ഷേ ഈ ഒരു ആക്റ്റിൽ സ്വന്തം ആക്ട്, ഹിസ് ഓൺ ആക്ട്, സ്വന്തം ഭാഗത്തു നിന്നുള്ള ഒരു ആക്ടിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്? നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്. പക്ഷെ നമ്മുടെ ഏഞ്ചൽ മാത്രം എന്ത് ചെയ്യുന്നില്ല? സ്വന്തം ഭാഗത്ത് ഒരു ആക്ട്, സ്വന്തം ആക്ടിൽ ഒരു പാർട്ട് നിർവഹിക്കുന്നില്ല. ഐ മീൻ, ഇതിപ്പോൾ നാടകമാണെന്നുണ്ടെങ്കിൽ ആളുകൾ വരുന്നു, കാണുന്നു, കളിക്കുന്നു, ഇവർ പൈസ വാങ്ങുന്നു, ഇതൊക്കെ ഒരു തരം നാടകം പോലെയാണ് തോന്നുന്നു, അല്ലേ? പക്ഷെ അതിൽ ഒരാൾ മാത്രം സ്വന്തം റോളൊന്നും ചെയ്യുന്നില്ല. ആരാ? മാലാഖ. അതിൻ്റെ ഒരു കാര്യവും ചെയ്യുന്നില്ല. അതങ്ങനെ സ്വന്തം ഭാഗത്തു നിന്നൊന്നും ചെയ്യാതെ ഇങ്ങനെ നിശ്ചലമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഹി സ്പെൻഡ് ഹിസ് ടൈം ട്രൈങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഹിസ് ബോറോവ്ഡ്നെസ്. അദ്ദേഹം എന്തിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ സമയം എന്തിനു വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്? ട്രൈങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഹിസ് ബോറോവ്ഡ്നെസ്, അല്ലേ? അദ്ദേഹത്തിന് കടമായി കിട്ടിയ കൂട്ടിൽ, അല്ലേ? ബോറോവ്ഡ് മീൻസ് കടമായി ലഭിച്ച, അല്ലേ? അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം പ്രതീക്ഷിക്കാത്ത ലഭിച്ചതാണല്ലോ, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് കടമായി ലഭിച്ച കൂട്ടിൽ വളരെ കംഫർട്ടബിൾ ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അല്ലാതെ ഈ ആളുകൾ വന്ന് ബഹളം ഉണ്ടാക്കുന്ന ആളുകൾ എന്തൊക്കെയോ ചെയ്യുന്നു, വലിച്ചെറിയുന്നു, പോകുന്നു, അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. അദ്ദേഹം ചെയ്യുന്നത്
അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ആ ഒരു കൂട്ടിൽ, അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ആ ഒരു താമസ സ്ഥലത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുക എന്നുള്ള കാര്യത്തിലാണ് അദ്ദേഹം കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുള്ളത്. At first, they tried to make him eat some mothballs. ഫസ്റ്റ് ഒക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് മോത്ത് ബോൾസ് പറഞ്ഞാൽ നമ്മുടെ ഈ ഷൂവും ബാഗും ഒക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും ഇൻസെക്റ്റുകളും പ്രാണികളും ഒക്കെ കടിക്കാനും കഴിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഗുളിക ഇങ്ങനെ കവറിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ടാവും. വലിയ വലിയ ബാഗും ഷൂ ഒക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും അല്ലേ. അപ്പോൾ അത് വരെ ഇട്ട് കൊടുക്കുക. അത് ഇവരെന്തോരം ഇട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് കൊടുക്കുകയല്ല കേട്ടോ. അവർ ഈ പറഞ്ഞ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഈ വുമൻസും മറ്റു കാര്യങ്ങളൊക്കെ ആളുകളൊക്കെ തന്നെയാണ് പറയുന്നത് അല്ല, സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള ഒരു നൈബർഹുഡൊക്കെ പറഞ്ഞ ഒരു വുമൺ ഉണ്ടല്ലോ, അവരൊക്കെ തന്നെയാണ് പറയുന്നത് ഈ ഏഞ്ചൽസ് ഒക്കെ ഈ മോത്ത് ബോൾസ് ഒക്കെ കഴിക്കും എന്ന് പറയാണ്. അപ്പം അത് കേട്ടിട്ട് ഇവർ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അത് കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയല്ല. അത് അവർ മാലാഖമാരൊക്കെ അതാണ് കഴിക്കുക കേട്ടുകൊണ്ടാണ് ആളുകളത് ഇട്ട് കൊടുക്കുന്നത്. ബട്ട് ഈ ഹേറ്റ് നത്തിങ്. പക്ഷെ നമ്മുടെ ഓൾഡ് മാൻ ഒന്നും തന്നെ കഴിക്കുന്നില്ല. ബട്ട് എഗ് പ്ലാന്റ് മഷ്, എന്താണ്, അദ്ദേഹം ഒന്നും കഴിക്കുന്നില്ല. പകരം അദ്ദേഹം എന്താണ് കഴിക്കുന്നത്, എഗ് പ്ലാന്റ് പറഞ്ഞാൽ വഴുതനങ്ങയുടെ മഷായിട്ട് ഇങ്ങനെ എന്താ പറയുക കുഴഞ്ഞു കിടക്കുന്ന വഴുതനങ്ങ മാത്രമേ അദ്ദേഹം കഴിക്കുന്നുള്ളൂ. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീം ടു ബി പേഷ്യൻ്റ്. ഒരു സൂപ്പർ നാച്ചുറൽ കഴിവും അദ്ദേഹത്തിൻ്റെ കാണുന്നില്ല. ഒരേ ഒരു ഗുണം, സൂപ്പർ നാച്ചുറൽ ആയിട്ട് അമാനുഷികമായിട്ടുള്ള ഒരേ ഒരു വെർച്യൂ, ഒരേ ഒരു ഗുണം അദ്ദേഹത്തിൻ്റെ കാണുന്നത് എന്താണ്, പേഷ്യൻസ്. എന്താണ്, ക്ഷമ. അത് മാത്രമേ കാണുന്നുള്ളൂ. അല്ലാതെ ആളുകൾ വരുന്നത് പോകുന്നത് വളരെ കുറേ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കഴിവുകൾ ഉണ്ടെന്ന് പറയുന്നത്, പക്ഷെ ഒരു സൂപ്പർ നാച്ചുറൽ കഴിവും അദ്ദേഹത്തിൻ്റെ കാണുന്നില്ല. ഒന്ന് മാത്രമേ കാണുന്നുള്ളൂ, പേഷ്യൻസ്, ക്ഷമ അല്ലേ. ആളുകൾ വരുന്ന് എറിയുന്നു, വലിക്കുന്നു, പിടിക്കുന്നു, വലിക്കുന്നു, ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, പലതും ചെയ്യുന്നു. പക്ഷെ പേഷ്യൻ്റായിട്ട് വളരെ ക്ഷമയോട് കൂടിയിട്ട് അദ്ദേഹം അവിടെ കിടക്കി വിരിക്കുകയൊക്കെ ചെയ്യാൻ. He was quite patient when the hens pecked at him, searching for the parasites in his wings. അല്ലേ, അവിടെയുള്ള കോഴികൾ അദ്ദേഹത്തിൻ്റെ ചിറകിനുള്ളിലൊക്കെ ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു പ്രാണികൾ, ചെറിയ ചെറിയ പ്രാണികളും ഇൻസെക്റ്റുകളൊക്കെ ഉണ്ടാവും. അത് തെരഞ്ഞുകൊണ്ട് ആ കോഴികൾ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ കൊത്തുന്നുണ്ട്. അപ്പോൾ പോലും അദ്ദേഹം എന്ത് ചെയ്യാണ്, വളരെയധികം ക്ഷമയായിട്ട് ഇരിക്കുകയാണ്. He was patient again when the cripples pulled out his feathers to touch their limbs with. അല്ലേ, അദ്ദേഹം എപ്പോൾ കൂടെ പേഷ്യൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, ക്രിമ്പിൾസ് ആയിട്ടുള്ള മുടന്തന്മാരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ചിറകുകൾ വലിച്ചെടുക്കുന്നുണ്ട്. എന്തിന്, അവരുടെ മുടന്ത് പിടിച്ചിട്ടുള്ള ലിംസിൽ അല്ലേ, അവരുടെ മുടന്ത് പിടിച്ചിട്ടുള്ള കൈയും കാലുകളും, ലിംസ് പറഞ്ഞാൽ കൈകാലുകൾ അല്ലേ, കൈയിന് വയ്യാത്തവരും കാലിന് വയ്യാത്തവരും ഉണ്ടാവും. അപ്പോൾ അവരുടെ മുടന്ത് പിടിച്ചിട്ടുള്ള കൈകാലുകളിൽ ടച്ച് ചെയ്ത് എന്താ അന്ധവിശ്വാസമാണ് അല്ലേ. ആ ചിറക് തട്ടിക്കഴിഞ്ഞാൽ അത് മാറി അവർ എണീറ്റ് നടക്കാനൊക്കെ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്, ആ കോഴിക്കൂടിൻ്റെ ഉള്ളിൽ നിന്നും ചിറക് ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് അവരുടെ കൈയിലും കാലുമിലൊക്കെ എന്ത് ചെയ്യാണ്, ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വലിക്കുന്നുണ്ട്. അതുവരെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ക്ഷമിക്കുന്നുണ്ട്, പേഷ്യൻസ്. He remained patient when even the most merciful threw stones at him. അദ്ദേഹം അപ്പോഴും പേഷ്യൻ്റ് ആണ്, ഇപ്പോഴും പേഷ്യൻ്റ് ആയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈവൻ വെൻ ദ മോസ്റ്റ് മെർസിഫുൾ, ഏറ്റവും കരുണായിട്ടുള്ള ആളുകൾ പോലും, ഏറ്റവും കരുണയായിട്ടുള്ള ആളുകൾ പറഞ്ഞാൽ അവർ പ്രീസ്റ്റ്, പള്ളിയിലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഏറ്റവും കരുണയായിട്ടുള്ള ആളുകൾ പോലും കല്ലെറിയുമ്പോഴും അദ്ദേഹം എന്ത് ചെയ്യാണ്, വളരെ പേഷ്യൻ്റ് ആയിട്ടിരിക്കുകയാണ്. After all, they were only trying to get him to rise so that they could see him standing. ഇതെല്ലാ സാധനങ്ങളും അവർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഉപദ്രവിക്കാനല്ല, അദ്ദേഹം ഒന്ന് എണീറ്റ് നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ കല്ലെടുത്തെറിയുന്നതും പല കാര്യങ്ങളും ചെയ്യുന്നത്. It so happened that during those days there arrived in the town a traveling show. അല്ലേ, അപ്പോഴാണ് എന്ത് സംഭവിച്ചത്, അപ്പോഴാണ് ഒരു കാര്യം സംഭവിച്ചത്. കുറച്ച് ശേഷങ്ങൾക്ക് ശേഷം ടൗണിൽ ഒരു യാത്ര ചെയ്യുന്ന ഒരു ഷോ വരുന്നുണ്ട് അല്ലേ, ഒരു സഞ്ചരിക്കുന്ന ഷോ എന്ത് ചെയ്തു, അവരുടെ ടൗണിൽ വന്നിട്ടുണ്ട്. The main attraction was a woman who had been changed to a spider by a burst of thunder and lightning. അല്ലേ, ഇടിയും മിന്നലും തട്ടിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഒരു സ്ത്രീ എന്തായി മാറി, എട്ടുകാലിയായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ആ ഷോയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ കഥയും അതും ഇതിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു ലേഡി
അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കാതെ രാത്രിയൊക്കെ ഡാൻസ് കാണാൻ അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കാതെ ഡാൻസ് ഷോ ചെയ്യാനും ഡാൻസ് കളിക്കാനും വേണ്ടി പുറത്ത് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഇടിമിന്നൽ തട്ടിയിട്ടാണ് ഇവരിങ്ങനെ ആവുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇടിമിന്നലൊക്കെ തട്ടിയിട്ട് ഒരു ദിവസം പെട്ടെന്ന് എട്ടുകാലിയായി മാറിയിട്ടുള്ള ഒരു വുമണെ കാണാം. എന്താണ് മാജിക്കൽ റിയലിസം ആട്ടോ വരുന്നത്. ഇങ്ങനെ കഥയിൽ ചോദ്യമില്ല കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഒരു ഭാഗം, ആ റൈറ്റിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് എട്ടുകാലിയായി മാറിയിട്ടുള്ള ഒരു ലേഡിയെ കാണാനാണ് ഈ ട്രാവലിംഗ് ഷോയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. The admission fee to see her was less than the fee to see the angel. അവരെ കാണാനുള്ള ഫീസ്, നമ്മുടെ ഏഞ്ചലിനെ കാണാനുള്ള ഫീസ് 5 cent ആണല്ലോ അല്ലേ. ആ 5 centനേക്കാൾ കുറവാണ് ആരെ കാണാനുള്ള ഫീസ്, ഈ സ്പൈഡർ വുമനെ കാണാനുള്ള ഫീ. സോ ദ പീപ്പിൾ ഫ്ലോക്ക്ഡ് ടു സീ. ആളുകൾ എന്ത് ചെയ്യാണ്, ഫ്ലോക്ക്ഡ് പറഞ്ഞാൽ ഒഴുകുകയാണ്, അങ്ങോട്ട് കൂട്ടമായിട്ട് ആളുകൾ ഒഴുകുകയാണ്. They were also permitted to ask her all manners of the questions about her absurd state. അത് മാത്രമല്ല, നമ്മുടെ ഏഞ്ചൽ എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. ഏഞ്ചൽ ഒന്ന് ചോദിച്ചാലും ഉണ്ടില്ല, ഏഞ്ചൽ ഇങ്ങോട്ടൊന്നും പറയൂല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആ വ്യക്തിയോട്, ആ സ്പൈഡർ വുമനോട് അവരുടെ അബ്സേർഡ് സ്റ്റേറ്റിനെ കുറിച്ച്, ആ ഇപ്പോഴത്തെ ആ ഒരു വിഡിത്തം നിറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താ, അപ്പോഴത്തെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് എന്തും ചോദിക്കാനുള്ള ഒരു പെർമിഷൻ കൂടെ ഈ കയറുന്ന ആളുകൾക്ക്, ആ ഷോയിലുള്ള ആളുകൾ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ വളരെ കുറച്ച് പൈസ കൊടുത്താൽ മതി. ഏഞ്ചലിനെ പോലെയല്ല, സംസാരിക്കുന്നുണ്ട്, എന്തും ചോദിച്ചു കഴിഞ്ഞാലും എന്തും മറുപടി കൊടുക്കുന്നുണ്ട്. ഓക്കെ. The owners of the house had no reason to lament അല്ലേ. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള ഓണേഴ്സ് ഓഫ് ദ ഹൗസ് പറഞ്ഞാൽ ആരൊക്കെയാണ്, നമ്മുടെ എലിസന്റെയും പെലയും. അവർക്ക് ദുഃഖിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. ലാമൻസ് മീൻസ് ദുഃഖിക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യമില്ല. വിത്ത് ദ മണി ദേ സേവ്ഡ് ദ ബിൽഡ് 2-story mansion with balconies and garden അല്ലേ. വിത്ത് ദ മണി ദേ സേവ്ഡ് ദേ ബിൽഡ് 2-story mansion with the balconies and garden അല്ലേ. വിത്ത് ദ മണി, അവരുടെ ആ പൈസ കൊണ്ട് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ദേ ബിൽഡ് 2-story mansion. അവർ ആ പൈസയൊക്കെ സേവ് ചെയ്തിട്ട് ഒരു 2 നില മാളിക പണിതിട്ടുണ്ട്, 2 നില കൊട്ടാരം പോലത്തെ ഒരു വീട് കെട്ടിയിട്ടുണ്ട്. വിത്ത് ബാൽക്കണീസ്, പുറത്തോട്ടൊക്കെ നോക്കാൻ ബാൽക്കണിയൊക്കെ ഉണ്ട് കേട്ടോ. ആൻഡ് ഗാർഡനും ഉണ്ട് അല്ലേ. അതൊക്കെ ആ സമയത്ത് ഒരു അത്ഭുതമായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ ബാൽക്കണിയും മുറ്റമൊക്കെ വിശാലമായിട്ട് ഗാർഡനൊക്കെ ഉള്ള നല്ല അടിപൊളി കൊട്ടാരം പോലത്തെ നല്ല 2 നില മാളിക അവർ കെട്ടിയിട്ടുണ്ട് അല്ലേ. പിന്നെ അവരെന്തിനും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ആളുകൾ കുറഞ്ഞ അവർക്ക് ടെൻഷൻ ഉണ്ടോ, വേണ്ട. കാരണം അവർക്ക് കിട്ടേണ്ടതൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവർ അത്യാവശ്യം നല്ല പോലെ സമ്പാദിച്ചിട്ടുണ്ട്. It also had a high netting so that the crabs wouldn't get in during the winter അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്രാബുകൾ അകത്തോട്ട് കയറി വന്നിട്ടുള്ളൊരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അവർ കെട്ടിയിട്ടുള്ള വീടിന് ഹൈ നെറ്റിങ് ചെയ്തിട്ടുണ്ട്, ഫുള്ള് നെറ്റ് അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഈ ചെറിയ നെറ്റ് ക്രാബുകൾ ഉള്ളിലോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഡ്യൂറിങ് ദ വിൻ്റർ സീസണിൽ പോലും ക്രാബുകൾ ഗെറ്റിൻ പറഞ്ഞാൽ എന്താ, ഉള്ളിലോട്ട് പ്രവേശിക്കുക അല്ലേ. ഉള്ളിലോട്ട് പ്രവേശിച്ച് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു നെറ്റി സമ്പ്രദായം ചെയ്തിട്ടുണ്ട്. ആൻഡ് അയൺ ബാർസ് ഓൺ ദ വിൻഡോ സോ ദാറ്റ് ദ ഏഞ്ചൽസ് വുഡ്ന്റ് ഗെറ്റ് ഇൻ അല്ലേ. അത് മാത്രമാണോ, നല്ല കട്ടിയുള്ള അയൺ ബാറുകൾ, ഇരുമ്പിൻ്റെ നല്ല ബാറുകൾ അല്ലേ, നല്ല തൂണുകൾ, കമ്പിയുടെ നല്ല ഇത് വെച്ചിട്ടും അവർ ആ വീടിന് സേഫ് ആക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട്, ഏഞ്ചൽ കയറി വരാതിരിക്കണം അല്ലേ. ഏഞ്ചലിന് അവർക്കൊരു ചെറിയൊരു പേടിയാണ്, അത് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടും അവർ നല്ല അയൺ ബാറുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ വീടിന് ചുറ്റും കെട്ടിയിട്ടുണ്ട്. Peleo also set up a rabbit warren and gave up his job അല്ലേ. സെറ്റപ്പ് മീൻസ് പറഞ്ഞാൽ എന്താണ്, നിർമ്മിക്കുക, ഒരു പുതിയ വസ്തു കൺസ്ട്രക്ട് ചെയ്യുക, നിർമ്മിക്കുക എന്നൊരർത്ഥത്തിൽ കേട്ടോ. അതൊക്കെ ഫ്രേസർ വെബ്സ് ആണ്. ഗീവ് അപ്പ് മീൻസ് ഉപേക്ഷിക്കുക. ഫ്രേസർ വെബ്സ് ഒക്കെ നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ സെറ്റപ്പ് പറഞ്ഞാൽ എന്താ, ഒരു റാബിറ്റ് വാർൺ, ഒരു മുയൽക്കൂട് അല്ലേ. അത് ആ സമയത്ത് ഒരു വലിയ നല്ല ബിസിനസ് ആയിരിക്കാം, അവരുടെ നാട്ടിലുള്ള നല്ലൊരു ബിസിനസ്സാണ്. എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മുയലിൻ്റെ കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നീ അങ്ങോട്ട് ബിസിനസ് ചെയ്യുക, മുയലിനെയൊക്കെ വളർത്തിയിട്ട് ഇങ്ങനെ വീട്ടിൽ നിൽക്കാന്നുള്ളൊരു അഭിപ്രായത്തിൽ ഹി ഗവ് അപ്പ് ഹിസ് ജോബ് ആസ് എ ബൈലിഫ് ഫോർ ഗുഡ് അല്ലേ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ബൈലിഫ് എന്ന് പറയുന്ന ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു റാബിറ്റ് വാറനൊക്കെ നിർമ്മിച്ചിട്ട് ഇനി മുയലിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോവാം എന്നുള്ള തീരുമാനമെടുത്തു. എലിസണ്ട brought some satin pumps with a high heels and
many dresses of the iridescent silks അല്ലെ. എന്താണ് എലിസന്റെ ബോട്ട് സം സാറ്റിൻ പംപ്സ്. സാറ്റിൻ പംപ്സ് പറഞ്ഞാൽ നല്ല ഹീലില്ല, നല്ല അടിപൊളിയായിട്ട് തിളങ്ങുന്ന കുറച്ച് ചെരുപ്പുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഹൈ ഹീലൊക്കെ ഉണ്ട്. ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ദ ഇറിഡിസെൻറ്റ് സിൽക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇറിഡിസെൻറ്റ് പറഞ്ഞാൽ നമ്മൾ ചില ഡ്രസ്സ് കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ നിറം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വെയിലത്തിക്കുമ്പോൾ ഒരു നിറം, അങ്ങോട്ട് പോകുമ്പോൾ ഒരു നിറം, അതിങ്ങനെ വരുതി കഴിയുമ്പോൾ വേറെ നിറം, അങ്ങനെ ഇങ്ങനെ നിറങ്ങൾ ഇങ്ങനെ മാറി മാറി കളിച്ചു കൊണ്ടിരിക്കുന്ന ടൈപ്പ് തുണി. ഇതുകൊണ്ടുള്ള നല്ല റേറ്റൊക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകളും ആര് വാങ്ങിയിട്ടുണ്ട്? എലിസണ്ട ഈ പണം ഉപയോഗിച്ച് വാങ്ങിയിട്ടുണ്ട്. ദ ചിക്കൻ ക്യൂബ് വാസ് ദ ഓൺലി തിങ് ദാറ്റ് ഡിഡ്ന്റ് റിസീവ് എനി അറ്റൻഷൻ. വീട് മാറി, പെലോൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ മാറി, പെലോയോ മാറിയിട്ടുണ്ട്, പെലോൻ്റെ ബിസിനസ് മാറി അല്ലേ, പെലോൻ്റെ വൈഫിൻ്റെ ഡ്രസ്സിങ് മാറി, അവരുടെ ചെരുപ്പ്, അവരുടെ എല്ലാ കാര്യങ്ങളിലും മാറ്റം വന്നു. പക്ഷേ ഒരു മാറ്റവും വരാതെ, ഒരു ശ്രദ്ധയും ലഭിക്കാതിരിക്കുന്ന ഒരു സാധനം അവിടെ ഉണ്ട്. അതാണ് ആ ചിക്കൻ ക്യൂബ് അല്ലേ. നമ്മുടെ ഏഞ്ചലിനെ അടച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ക്യൂബിന് മാത്രം ആരും ശ്രദ്ധിക്കുന്നില്ല. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ദ ഡങ് ഹീപ്പ് സ്നെച്ച് ഫ്രം ദ ക്യൂബ് was turning the new house into the old one അല്ലേ. നമ്മുടെ ചിക്കൻ കൂപ്പിൽ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ഒരുപാട് ഡഗ് ഹീപ്പ് സ്റ്റെൻറ്റ് അല്ലേ, കോഴിക്കാഷ്ടങ്ങൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ന്യൂ ഹൗസ് ഇൻ ടു ഓൾഡ് വൺ, അതിൻ്റെ മണവും സ്മെല്ലും കാരണം ആ പുതിയ മാളിക പോലും ഒരു പഴയ ചീഞ്ഞ വീടായിട്ട് തോന്നുന്നു. അത്രയും മോശമാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ അവർ കോഴിക്കാഷ്ടമൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല. അപ്പോൾ ചിക്കൻ കൂപ്പ് എന്താണ്, ഭയങ്കര മോശാവസ്ഥയിലാണ് കിടക്കുന്നത്. അവിടുന്ന് വരുന്ന കോഴിക്കാഷ്ടത്തിൻ്റെ മണം കാരണം ഈ മാളിക പഴയ ഒരു വീട് പോലെ തോന്നുന്നത് എന്നാണ് പറയുന്നത്. At first, when the child learned to walk, they were careful that he did not get the close to the coop. അല്ലേ, അവരുടെ കുട്ടി ഫസ്റ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ അവർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത്? he did not get too close to the coop അല്ലേ. ആ കൂപ്പിൻ്റെ അടുത്തോട്ട് നടന്ന് ചെല്ലാതിരിക്കാനും അതിൻ്റെ അടുത്തോട്ട് പോവാതിരിക്കാനൊക്കെ അവർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. but then they began to lose their fears and got used to the smell. പക്ഷെ പതിയെ അവരവരുടെ പേടിയെ മറികടന്നു അല്ലേ. പതിയെ അവർക്ക് ഏഞ്ചൽസിനോടുള്ള പേടിയും ശ്രദ്ധയൊക്കെ കുറഞ്ഞു വന്നു. ആൻഡ് ദേ ഗോട്ട് യൂസ്ഡ് ടു സ്മെൽ. അവർക്ക് ആ മണമൊക്കെ എന്തായി? ശീലായി അല്ലേ. ആ മണം അവർക്ക് അവിടെ താമസിക്കുന്ന അവർ രണ്ടുപേരും അല്ലേ, അവർക്ക് ആ മണമൊക്കെ ശീലായി. പതിയെ അവർക്ക് ഏഞ്ചലിനോടുള്ള പേടിയൊക്കെ കുറഞ്ഞു. ഓക്കെ. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് ടീത്ത്, രണ്ടാമത്തെ പല്ല് വരുന്നതിന് മുമ്പായിട്ട് he had gone inside the chicken coop to play. ഹാർഡ് ആട്ടോ അത് വരിക, ഗോൺ വന്നുകൊണ്ടാണ്. he had gone inside the chicken coop to play. കുട്ടി എന്ത് ചെയ്തു? ചിക്കൻ കൂപ്പിൻ്റെ അടുത്തോട്ട്, അതിൻ്റെ ഉള്ളിലോട്ട് കളിക്കാൻ കയറി. ആസ് ദ വയേഴ്സ് വേർ ഫോളിങ് അപ്പാർട്ട്. വയേഴ്സ് പറഞ്ഞാൽ ഈ കോഴിക്കൂടിനെ ഇങ്ങനെ ചുറ്റോട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ള ഇങ്ങനെ വയറുകൾ ഉണ്ടാവും. അതെന്ത് ചെയ്തു? ഫോളിങ് അപ്പാർട്ട്, താഴോട്ട് പൊളിഞ്ഞു വീണിട്ടുണ്ട്. ഒട്ടും ശ്രദ്ധിക്കാതെ കിടക്കല്ലേ, അപ്പം അതൊക്കെ നശിച്ച് പോന്നിട്ടുണ്ട്. അപ്പം ആ വയറ് പൊളിഞ്ഞ ആ ഗ്യാപ്പിലൂടെയാണ് ഈ കുട്ടി അകത്തോട്ട് കയറി കളിച്ചത്. they both came down with the chicken box at the same time അല്ലേ. അതുകൊണ്ട് തന്നെ കുട്ടിക്കും അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള ഏഞ്ചലിനും ഒക്കെ എന്ത് ചെയ്തു? ഒരേ സമയത്ത് ചിക്കൻ ബോക്സ് അല്ലേ, ചിക്കൻ ബോക്സ് എന്ന് പറയുന്ന അസുഖം പിടിപെട്ടു. The doctor who took care of the child couldn't resist the temptation to listen the angels heard അല്ലേ. ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നല്ല ഡോക്ടർമാരാട്ടോ. അപ്പോൾ ഈ ഡോക്ടർക്ക് എന്താണ്? The doctor who took care of the child couldn't resist അല്ലേ. കുട്ടിയെ നോക്കാൻ വന്നിട്ടുള്ള വലിയ പൈസക്കാരാണ്. ഡോക്ടർക്ക് വീട്ടിൽ വന്നിട്ടാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ കുട്ടിയെ നോക്കാൻ വന്നിട്ടുള്ള ആ ഡോക്ടർക്ക് ഒരിക്കലും അദ്ദേഹത്തിന് തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ആ ടെംപ്റ്റേഷൻ അല്ലേ, പ്രേരണ, അദ്ദേഹത്തിന് ആ ഏഞ്ചലിനെ നോക്കാൻ ഏഞ്ചലിനെ നോക്കാം, പാവാണ്, അതിനെയും കൂടെ ഒന്ന് നോക്കാം എന്നുള്ള ആ ഒരു ടെംപ്റ്റേഷൻ അദ്ദേഹത്തിന് തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. ഓക്കെ. ഈ ഏഞ്ചൽസ് ഹാർട്ട് അല്ലേ, ആ ഏഞ്ചലിൻ്റെ ഹൃദയം നോക്കാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏഞ്ചലിനെ നോക്കുക എന്ന അർത്ഥത്തിലാട്ടോ. അത് നോക്കാനുള്ള ആ ടെംപ്റ്റേഷൻ, പ്രേരണ അദ്ദേഹത്തിന് തടയാൻ സാധിച്ചില്ല. He found so much whistling in the heart and so many sound in the kidneys അല്ലേ. അദ്ദേഹം ചെക്ക് ചെയ്യാണ് കേട്ടോ. അദ്ദേഹം ഏഞ്ചലിനെ പോയി ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് വിസിലിംഗ് സൗണ്ട്സ് അല്ലേ, ഒരുപാട് ഇങ്ങനെ ചൂളം വിളിയുടെ ശബ്ദങ്ങളൊക്കെ ഹൃദയത്തിൽ നിന്ന് കേൾക്കുന്നുണ്ട്. സോ മെനി സൗണ്ട് ദ കിഡ്നി, അദ്ദേഹത്തിൻ്റെ കിഡ്നിയിൽ നിന്നും തന്നെ ഒരുപാട് ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. വാട്ട് സർപ്രൈസ് ഹിം മോസ്റ്റ് ഹവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ് അല്ലേ. പക്ഷെ അതൊന്നുമല്ല അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയത് ആ വിങ്സിന്റെ പിന്നിലെ ലോജിക്കാണ്.
ഓക്കെ, ബാക്കിയൊക്കെ ഓക്കെ. പക്ഷെ എങ്ങനെ ഈ ചിറക് അല്ലേ, അതവിടെ ഒട്ടിച്ചു വെച്ചതല്ല അല്ലേ? പിന്നെ എങ്ങനെ ഒരു മനുഷ്യന് ഇങ്ങനെ ചിറകുണ്ടായി? കിഡ്നിയും ഹാർട്ടും കാര്യങ്ങളും എല്ലാ ശരീരമൊക്കെ നമ്മളെ പോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ചിറകിന്റെ പിന്നിലുള്ള ലോജിക്ക് എന്താ? അതിന്റെ പിന്നിലുള്ള സയൻസ് അല്ലേ, അതിന്റെ പിന്നിലുള്ള ആ ലോജിക്ക് എന്താന്നുള്ളത് മാത്രത്തിലാണ് അദ്ദേഹം അത്ഭുതപ്പെട്ട് ചിന്തിക്കുന്നത്. They seemed so natural on that completely human organism അല്ലേ. അത് അതൊരു എന്താണ്, നാച്ചുറൽ ആയിട്ടാണ് തോന്നുന്നത് അല്ലേ. ഒരു ഹ്യൂമൻ ഓർഗാനിസം, ഒരു മനുഷ്യ ശരീര ബോഡിയെ പോലെ തന്നെ, മനുഷ്യ ശരീരത്തെ പോലെ തന്നെയാണ് അത്. ആ ശരീരത്തിന്മേൽ തന്നെ മുളച്ച് വന്നിട്ടുള്ളതാണ് അല്ലേ. പുതുതായിട്ട് അതിന്മേൽ യോജിപ്പിച്ച് വെച്ചതോ ഒട്ടിപ്പിച്ചോ തുന്നിപ്പിച്ചോ ഒന്നും വെച്ചതല്ല. ഒരു ഹ്യൂമൻ ഓർഗാനിസം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് മനുഷ്യ ശരീരം പോലെ എങ്ങനെയാണോ അതേപോലെയാണ് ആ മനുഷ്യനുള്ളത്, അതിന്മേലാണ് ആ ചിറകുള്ളത് എന്നാണ് പറയുന്നത്. He couldn't understand why other people didn't have them. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇങ്ങോട്ട് എന്താണ് ഈ മനുഷ്യർ സാധാരണ മനുഷ്യരെ പോലെയാണ്, ഇയാൾക്ക് ചിറകുണ്ട്, എന്നിട്ട് എന്താ ബാക്കിയുള്ള ആളുകൾക്ക് അത് ഇല്ലാത്തത് എന്നാണ് ചിന്തിക്കുന്നത്. When the child began school, the sun and the rain had caused the collapse of the chicken coop. അല്ലേ, കുട്ടി സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി, ചെറിയ കുട്ടിയായിരുന്നു അല്ലേ, നടക്കാൻ തുടങ്ങി, പല്ല് വന്നു, സ്കൂൾ പോകാൻ തുടങ്ങി, ഒരുപാട് വർഷങ്ങൾ പോകുന്നുണ്ട് കേട്ടോ. കുട്ടി സ്കൂളിലോട്ടൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? മഴയും വെയിലും എന്ത് ചെയ്യാണ്? നമ്മുടെ ചിക്കൻ കൂപ്പ് എന്ത് ചെയ്യാണ്? കൊളാപ്സ് ചെയ്യാണ്, നശിപ്പിക്കുകയാണ് അല്ലേ. മഴയും വെയിലൊക്കെ കൊണ്ട് നമ്മുടെ ചിക്കൻ കൂപ്പ് എന്ത് ചെയ്തു? നശിച്ചു പോവുകയാണ്. The angel went dragging himself about here and there like a stray dying man. അല്ലേ, ചിക്കൻ കൂപ്പൊക്കെ പൊട്ടി തളഞ്ഞപ്പോൾ നമ്മുടെ ഏഞ്ചൽ എന്ത് ചെയ്യാൻ തുടങ്ങി? നമ്മുടെ ഓൾഡ് മാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് നടക്കാൻ തുടങ്ങി അല്ലേ. വലിച്ച് എഴഞ്ഞ് കുറേ അവിടെ പോവും, കുറേ ഇവിടെ പോവും, അങ്ങനെ കൂപ്പെന്ന് പോയല്ലോ. ആ മുറ്റം മുഴുവൻ അങ്ങോട്ട് കുറേ വലിഞ്ഞ് നടക്കും, ഇങ്ങോട്ട് കുറേ വലിഞ്ഞ് നടക്കും. എ സ്ട്രേ ഡൈയിങ് മാൻ അല്ലേ, ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, ഒരു മരിച്ചു കിടക്കുന്ന മനുഷ്യനെ പോലെ എന്ന് പറഞ്ഞാൽ, ഒരു അലഞ്ഞു തിരിഞ്ഞ്, സ്ട്രേ മീൻസ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു വീടില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനെ പോലെ കുറെ അങ്ങോട്ടും കുറെ ഇങ്ങോട്ടൊക്കെ ഇഴഞ്ഞ് ഡ്രാഗ് ചെയ്ത് നടക്കാൻ തുടങ്ങി നമ്മുടെ ഏഞ്ചൽ. He seemed to be in so many places at the same time. ഒരേ സമയം തന്നെ അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിലായിട്ട് കാണാൻ തുടങ്ങുകയാണ്. അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അവിടെയൊക്കെ വലിഞ്ഞു നടക്കുന്നു, ഇവിടെ ഡ്രാഗിങ് ചെയ്ത് മൂവ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ഒരേ സമയത്ത് പല സ്ഥലങ്ങളിലും കാണാൻ തുടങ്ങുകയാണ്. He could scarcely eat. പക്ഷേ കാര്യമായിട്ടൊന്നും അദ്ദേഹം കഴിക്കുന്നൊന്നുമില്ല. And his eyes had also become so foggy that he went about pumping into the post. അല്ലേ, അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ എന്താണ്, ഭക്ഷണമൊന്നും കാര്യമായിട്ട് കഴിക്കാത്തതുകൊണ്ടാവാം, പ്രായമുള്ളതുകൊണ്ടാവാം, ആ കണ്ണുകളൊക്കെ ഇങ്ങനെ ഫോഗിയാണ് കേട്ടോ. ഫോഗി പറഞ്ഞാൽ എന്താണ്? മൂടിയിട്ടുള്ള കണ്ണുകളാണ് അല്ലേ, മഞ്ഞൊക്കെ മൂടിയിട്ടുള്ള കണ്ണുകളാണ്. ഫോഗി ആയിട്ടുള്ള മൂടലുള്ള കണ്ണുകളിൽ. അതുകൊണ്ട് തന്നെ അതേ എന്ത് ഇടിക്കുകയാണ് അല്ലേ, അവിടെയുള്ള പോസ്റ്റുകളിലും തൂണുകളിലൊക്കെ പോയിട്ട് അതേ ഇങ്ങനെ ഇടിക്കുന്നുണ്ട്, പമ്പിങ് ചെയ്യുന്നുണ്ട്. പെലയോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ് അല്ലേ. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പെലയോ നിൽക്കല്ലേ. പെലയൊക്കെ പാവം തോന്നുകയാണ്, വിൻ്റർ സീസൺ ആണ് അല്ലേ, അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. പെല എന്ത് ചെയ്യാണ്? ഒരു ബ്ലാങ്കറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് എറിഞ്ഞു കൊടുക്കുകയാണ്, ശരീരത്തിലോട്ട് എറിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഷെഡിൽ കിടക്കാം, അവരുടെ ഷെഡിൽ കിടക്കാൻ അനുവദിക്കുകയാണ്. Only then did they not notice that he had a temperature at night അല്ലേ. എന്തായാലും അവർ നോക്കുകയാണ്, എന്താണ്, നല്ല ടെമ്പറേച്ചർ, നല്ല ചൂടുണ്ട്. ആർക്ക്? നമ്മുടെ ഈ ഓൾഡ് മാൻ ഏഞ്ചലിന്. ദേ ബിക്കം അലാർംഡ് ഫോർ ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ അല്ലേ. അവരൊന്നും കൂടെ കോൺഷ്യസ് ആണ്, അവരൊന്നും കൂടെ ശ്രദ്ധിക്കുകയാണ്. അവരെന്താണ് ചിന്തിക്കുന്നത്? ഈ വ്യക്തി മരിക്കാൻ പോവുകയാണ്. അപ്പോൾ അവരൊന്നും കൂടെയൊക്കെ ശ്രദ്ധയോട് കൂടിയിട്ട് നിൽക്കുകയാണ്, കാരണം നല്ല ചൂടും ടെമ്പറേച്ചറും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് കേട്ടോ. And yet he not only survived his worst winter but seemed to improve with the first sunny days. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വേഴ്സ്റ്റ് വിൻ്റർ കാലം മാത്രമല്ല അതിജീവിച്ചിട്ടുള്ളത്, എന്തും കൂടെ അദ്ദേഹം അതിജീവിച്ചു. ആ ഫസ്റ്റ് സണ്ണി ഡേയ്സിലും കൂടെ അദ്ദേഹം അതിജീവിച്ച് നന്നായിട്ട് ഇമ്പ്രൂവ് ആവാണ്. And he remained motionless for several days in the farthest corner of the courtyard. എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ആ കോർട്ട്യാർഡിൻ്റെ ഒരു മൂലക്കിൽ ബാക്കി ദിവസങ്ങളിലും ചലനമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. ബാക്കിയുള്ളവർ ശ്രദ്ധിച്ചാലൊന്ന് വിചാരിച്ചിട്ടായിരിക്കാം അല്ലേ, ചലനമൊന്നുമില്ലാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്.
At the beginning of the December, some large stiff feathers began to grow on his wing. അല്ലേ, ഡിസംബർ മാസത്തിന്റെ തുടക്കത്തിൽ കുറച്ച് വലിയ ലാർജ് ആയിട്ടുള്ള സ്റ്റിഫ് ആയിട്ടുള്ള പരുക്കമായിട്ടുള്ള കട്ടിയുള്ള കുറച്ച് ഫെതേഴ്സ് അദ്ദേഹത്തിന്റെ ആ വിങ്സിൽ ചിറകുകളിൽ മുളക്കാൻ തുടങ്ങിയാണ്. They looked like the feathers of a scarecrow. എന്താണ് സ്കെയർഗ്രോ എന്ന് പറഞ്ഞാല്? പാടത്തൊക്കെ വെച്ചിരിക്കുന്ന കോല ഉണ്ടല്ലോ, പാടത്തൊക്കെ നെല്ലൊക്കെ കൊത്തി തിന്നാക്കാൻ വേണ്ടി വെക്കുന്ന ഒരു കോല ഉണ്ട്. ആ കോലത്തുമ്മ ഫെതേഴ്സ് ഉള്ള പോലെ അല്ലേ, അതുപോലെയാണ് എന്തുള്ളത്, സ്കെയർഗ്രോന്റെ ഫെദർ പോലെയാണ് ആ ചിറകുകളുള്ളത്, ഈ മുളച്ച് വന്നിട്ടുള്ള ചിറകുകളുള്ളത്. One morning, Alexandra was cutting some bunches of onion for lunch when a wind blew into the kitchen. അല്ലേ, ബഞ്ചസ് ഓഫ് ഓണിയൻ എന്ന് പറഞ്ഞാൽ കൂട്ടം, ഉള്ളികളുടെ കൂട്ടം. ഒരു ദിവസം മോർണിംഗിൽ എലിസണ്ട ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെ, കിച്ചണിൽ. അപ്പോൾ എന്ത് ചെയ്യാണ്, ഒരു കാറ്റ് ഇങ്ങനെ കിച്ചൺ ഭാഗത്തോട്ട് വീശുന്നുണ്ട്. Then she went to the window and found the angel on his first attempt at a flight. അല്ലേ, അപ്പോൾ അവരിങ്ങനെ പുറത്തോട്ട് ജനലിൻ്റെ പുറത്തോട്ട് നോക്കിയപ്പോൾ അവരൊരു കാഴ്ച കണ്ടു. എന്താണ്, നമ്മുടെ ഏഞ്ചല് അതിൻ്റെ ആദ്യ ശ്രമം, പറക്കാനുള്ള ആദ്യ ശ്രമം നടത്തുകയാണ്. ഓക്കെ, this was so clumsy that he was on the point of knocking the shed down as he couldn't get the grip on the air. അല്ലേ, അത് കാണുമ്പോൾ ഭയങ്കര വിചിത്രമായിട്ടും ഭയങ്കര ബോറിംഗ് ആയിട്ടും ഭയങ്കര ഒരു സുഖമില്ല, ക്ലംസിയാണ്, കുറച്ച് ഭംഗിയില്ല കാണുമ്പോൾ. അതൊരു വിചിത്രമായിട്ടും ഒരു ബുദ്ധിമുട്ടും ഒരു വിരൂപമായിട്ടൊക്കെ തോന്നുന്നുണ്ട്. കാരണം വളരെ കഷ്ടപ്പെട്ട് ആ ശ്രമിക്കുകയാണ്. ഈവൻ അവരുടെ ഷെഡ് ഡൗൺ മീൻസ് അവരുടെ ഷെഡ് വരെ താഴോട്ട് നോക്ക് ഡൗൺ, പൊളിഞ്ഞു ചാടുന്ന ഒരു അവസ്ഥയിലോട്ട് വരെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. ഹി കുഡിൻ ഗെറ്റ് ഗ്രിപ്പ് ഓൺ ദ എയർ. അതിനെന്ത് ചെയ്യുന്നില്ല, അവന് എയറിൽ ഗ്രിപ്പ് കിട്ടുന്നില്ല. ഓക്കെ, ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. പക്ഷെ അവസാനം എന്ത് ചെയ്യാണ്, ഉയരങ്ങളിൽ പിടിക്കാൻ വേണ്ടിയിട്ട്, അതിന് ഉയരങ്ങളെത്തി പിടിക്കാൻ അവനെന്ത് ചെയ്യാണ്, അവന് സാധിച്ചു. അവൻ മാനേജ് ചെയ്ത് ഉയരങ്ങളിൽ എത്തിപ്പിടിച്ചു. മീൻസ് പൊന്തി, പറന്നു പൊന്തി എന്നർത്ഥം. എലിസണ്ട ലെറ്റ് ഔട്ട് എ സൈൻ ഓഫ് റിലീഫ്. അല്ലേ, എലിസണ്ട ചെയ്യാണ് ഒരു ആശ്വാസത്തിന്റെ ശ്വാസം അങ്ങോട്ട് വിടാൻ. അല്ലേ, റിലീഫ്, ആശ്വാസം ലഭിക്കുകയാണ്. സൈൻ മീൻസ് എന്താണ്, ശ്വാസം വിടുക. ഓക്കെ, ഒരു ആശ്വാസത്തിന് ശ്വാസം വിടുകയാണ്. ഫോർ ഹെർസെൽഫ് ആൻഡ് ഫോർ ഹിം. സ്വന്തം അവസ്ഥ ആലോചിച്ചിട്ടും അതിനെക്കുറിച്ച് എലിസണ്ടയ്ക്ക് ശരിക്കും ഇതൊരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട്. ചിക്കൻ കൂപ്പ് കേട് വന്നപ്പോൾ അവിടെയും ഇവിടെയും കാണുന്നു, അവിടെയും കാണുന്നു, ഇതിലൂടെ നടക്കുന്നു. അപ്പോൾ അവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാലോചിച്ചിട്ട് പോയല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള ആശ്വാസം, അതിവിടെ കടന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നിട്ട് നിരകിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടും ആശ്വാസമുണ്ട്. സ്വന്തം അവസ്ഥ അതിനൊരു ശല്യം പോയി കിട്ടിയല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള ഒരാശ്വാസവും. when she herself and for him when she watched him pass over the last house. അല്ലേ, ആ ലാസ്റ്റ് ഹൗസിൽ നിന്ന് അത് പോകുന്നത് വരെ അവരെന്ത് ചെയ്തു, ഒരാശ്വാസത്തോട് കൂടിയിട്ട് അതിനെ നോക്കി. He was holding himself up in some way with the risky flapping of a Senian vulture. സെനിയൽ വൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ കുറച്ച് പ്രായമായിട്ട് ബുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കഴുകനെ പോലെ കഷ്ടപ്പെട്ട് റിസ്കി ഫ്ലാപ്പിംഗ് ആണ് കേട്ടോ. റിസ്ക് പിടിച്ചിട്ട് ഫ്ലാപ്പിംഗ് ചെയ്ത് പറന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, അത് അതിൻ്റെ ഒരു വഴിയിലൂടെ ഇങ്ങനെ ആകാശത്തിലൂടെ എയറിലൂടെ ഹോൾഡ് ചെയ്ത് റിസ്ക് പിടിച്ചിട്ട് പറന്ന് ഒരു സെനിയൻ വൾച്ചറെ പോലെ ഇങ്ങനെ പോവുകയാണ്. She kept watching him even when she was through the cutting onions. അല്ലേ, ഒനിയൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ എന്ത് ചെയ്യാണ്, അവളെ കൊണ്ട് പറ്റാവുന്ന അത്രയും ദൂരം അവൾ വാച്ച് ചെയ്തുകൊണ്ടേ ഇരുന്നു. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അണ്ടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹർ ടു സീം. അല്ലേ, അവളുടെ കണ്ണുകൾക്ക് കാണാൻ സാധിക്കുന്ന അതുവരെ അവൾ എന്ത് ചെയ്തു, നോക്കിക്കൊണ്ടേ ഇരുന്നു. ഹി വാസ് നോ ലോങ്ങർ ആൻ അനോയിസൻസ് ഇൻ ഹർ ലൈഫ് ബട്ട് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദ ഹൊറൈസൺ ഓഫ് ദ സീ. അല്ലേ, ഇപ്പോൾ ആ ഏഞ്ചൽ എന്തായിട്ടുണ്ട്, അവളുടെ ലൈഫിൽ ഇനി ഒരു ശല്യമായിട്ട് ഏഞ്ചലില്ല. ഇപ്പോൾ ഏഞ്ചൽ എന്തായി മാറി, ഹൊറൈസൺ ചക്രവാഹങ്ങൾക്കും അപ്പുറമുള്ള ഒരു ഇമാജിനറി ഡോട്ടായിട്ട്, അല്ലേ, ഒരു സാങ്കല്പിക കുത്തായിട്ട് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത്രയും മാഞ്ഞു പോയി ചക്രവാഹങ്ങൾക്കും അപ്പുറമുള്ള ഒരു ചെറിയ ഡോട്ടിനെ പോലെ അവൾക്കിപ്പോൾ കാണുന്നു. അവളുടെ ലൈഫിൽ നിന്നും ഇനി ആ ഒരു ശല്യം ഇല്ല. ഇനി അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ സ്റ്റോറി എൻഡായി. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറിയിലേ കേട്ടുകൊണ്ടിരിക്കാനൊക്കെ ഇങ്ങനെ തോന്നുന്നു എന്തൊക്കെയോ മാജിക്കുമാണ്, നമുക്ക് സങ്കല്പിക്കാൻ കഴിയാവുന്നതുമല്ല, ഉൾക്കൊള്ളാൻ കഴിയാവുന്നതുമല്ല, എന്നാലോ ഒരു റിയാലിറ്റിയും
അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു മാജിക്കൽ റിയലിസം എന്താണ്, ഒരു ഫാൻറ്റസിയും റിയലുമായിട്ടുള്ള കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ട് കഥ എഴുതുന്ന ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ് കേട്ടോ. സോ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. മാജിക്കൽ റിയലിസം ഈസ് വൺ ഓഫ് ദ യുണീക്ക് നാരേറ്റീവ് സ്റ്റൈൽ ഓഫ് ദ ലാസ്റ്റ് സെഞ്ചുറി അല്ലേ. ലാസ്റ്റ് സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ഒരു ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു എഴുതുന്ന ഒരു രീതിയാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. മെനി ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ലൈക്ക് ഗബ്രിയൽ ഗാർഷ്യ മാർഗസ് ആൻഡ് അതേഴ്സ് സച്ച് ആസ് സൽമാൻ റഷ്ദി ആൻഡ് എഞ്ചലിയ കാർട്ടർ ഹാവ് ദ കോൺട്രിബ്യൂട്ടഡ് ടു ദ ജനറൽ അല്ലേ. ഈ ഒരു ഇതിലോട്ട് ഒരുപാട് റൈറ്റേഴ്സ് അല്ലേ, ഗബ്രിയൽ ഗാർഷ്യയെ പോലെ തന്നെ സൽമാൻ റഷ്ദിയും എഞ്ചല കാർട്ടർ എന്ന് പറയുന്ന ആളുകളൊക്കെ ഈ ഒരു സ്റ്റൈലിലോട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ വർക്ക്സ് ഇൻ ദ ജെറിയർ ഡെപിക്ട്സ് ദ റിയൽ വേൾഡ് വിത്ത് ദ അണ്ടർ കറണ്ട് ഓഫ് ദ മാജിക് ഓർ ദ ഫാൻറ്റസി അല്ലേ. ഇതിൽ എന്താണ് ഇവരുടെ വർക്ക്സ് ഒക്കെ ഒരു ഫാൻറ്റസി മാജിക് ഒക്കെ കയറി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വർക്ക്സാണ്. ലൈക്ക് ഫയറി ടേൽസ് അല്ലേ. എന്താണ് ഫയറി ടേൽസുകളില്ലേ, നമ്മൾ പറയുന്ന ഈ ഫയറി ടേൽസുകളിലെ നമ്മൾ ഈ മാലാഖമാരുടെയൊക്കെ കഥകളുണ്ടല്ലോ അല്ലേ. അങ്ങനെയുള്ള വർക്ക്സ് ഓഫ് ദ മാജിക്കൽ റിയലിസം ബ്ലർ ദ ലൈൻ ബിറ്റ്വീൻ ദ ഫാൻറ്റസി റിയാലിറ്റി. ഇതിലൊക്കെ എന്തുണ്ടാവും, മാജിക്കൽ റിയലിസം കാണുന്നുണ്ടാവും, ഫാൻറ്റസിയും റിയാലിറ്റിയും തമ്മിലുള്ള മിക്സ് ചെയ്തിട്ടുള്ള ഒരവസ്ഥ. ഇത്രയും നിങ്ങളും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഈ ചാപ്റ്ററിലുള്ള കുറച്ച് വേർഡ്സുകൾ അല്ലേ ഓൾറെഡി നമ്മൾ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിൽ ഓരോന്നിന് താഴെ എഴുതിയിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് എന്ത് ചെയ്യാം, ആ വേർഡ്സുകളൊക്കെ ഒന്ന് നോക്കാം. വേൾഡ് ഓഫ് വേർഡ്സ്, അതിൻ്റെ ഒരു ഇംഗ്ലീഷ് മീനിങ് നോക്കാം കേട്ടോ. ഗ്രോയിങ് മീൻസ് എന്താണ്, എ ലോ ഡീപ് സൗണ്ട് someone makes when they are in pain or annoyed, tired or frustrated അല്ലേ. നമ്മളിങ്ങനെ ബുദ്ധിമുട്ടി ഇടങ്ങാറൊക്കെ ആവുന്ന ടയേർഡൊക്കെ ആവുന്ന സമയത്ത് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടി ഇങ്ങനെ ഞെരങ്ങി മൂവ് ചെയ്യുന്നതിനാണ് ഗ്രോയിങ് എന്ന് പറയുന്നത്. റിയർ മീൻസ് ബിഹൈൻഡ്, പിന്നിൽ, പിറകിൽ. ഇംപെൻഡഡ്, പ്രിവെൻറ്റഡ്, ഹിൻഡേർഡ് എന്താണ്, തടസ്സം. എനോമസ്, എക്സ്ട്രീംലി ലാർജ്, വലിയ. കംപ്രസസ് മീൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, എ തിക്ക് ക്ലോത്ത് പ്രസ്ഡ് ഓൺ ടു ദ ബോഡി ടു ഹെൽപ്പ് എ ഹീലിംഗ് പ്രോസസ് അല്ലേ. നമ്മുടെ ശരീരത്തിൻ്റെ ചൂടൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ ഇങ്ങനെ നനഞ്ഞ കോട്ടൺ തുണി ഇടുന്നൊരു രീതി. റാഗ് പിക്കർ, എ പേഴ്സൺ ഹു ഇസ് കളക്ട് സെൽസ് റാഗ്സ് അല്ലേ. റാഗ്സ് കളക്ട് ചെയ്യുകയും ശേഖരിക്കുകയും ഭയവസ്തുക്കളൊക്കെ ശേഖരിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. റഞ്ച് മീൻസ് എക്സ്ട്രീംലി വെറ്റ് അല്ലേ, നനഞ്ഞു കുതിർത്ത. ഗ്രാജർ, എ ക്വാളിറ്റി ഓഫ് ഗ്രേറ്റ് ബ്യൂട്ടി ആൻഡ് സൈസ് വിച്ച് അട്രാക്ട് ദ അഡ്മിറേഷൻ അല്ലേ. മറ്റുള്ളവർക്ക് ആകർഷിക്കാനും അഡ്മയർ ചെയ്യാനൊക്കെ തോന്നുന്ന രീതിക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അട്രാക്ഷനെയാണ് ഗ്യാജർ എന്ന് പറയുന്നത്. ബസാർഡ് മീൻസ് എ ടൈപ്പ് ഓഫ് നോർത്ത് അമേരിക്കൻ വൾച്ചർ, നോർത്ത് അമേരിക്കൻ ഭാഗത്ത് കാണുന്ന ഒരു കഴുകനാണ്. ആൻഡ് ഫീഡ്സ് ഓൺ ദ ഫ്ലഷ് ഓഫ് ഡെഡ് ആനിമൽസ്. അത് എന്താണ് കഴിക്കുക, ഡെഡായിട്ടുള്ള മരിച്ചിടുന്നിട്ടുള്ള ചത്തുപോയിട്ടുള്ള മൃഗങ്ങളുടെയൊക്കെ ഒരു ഇറച്ചിയാണ് കഴിക്കുക. എൻറ്റാങ്കിൾഡ്, കോട്ട് ഇൻ സംതിങ് അല്ലേ, എന്തിനെങ്കിലും മുങ്ങുക. ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട്, അൺനോൺ ലാംഗ്വേജ്, മനസ്സിലാവാത്ത ഭാഷ. ഓക്കെ. കാസ്റ്റവേ, എ പേഴ്സൺ ഹു ഹാസ് എസ്കേപ്ഡ് ഫ്രം ദ ബ്രോക്കൺ ഷിപ്പ് അല്ലേ, പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള അപകടത്തിൽപ്പെട്ടുള്ള ഷിപ്പിൽ നിന്നും രക്ഷപ്പെട്ട് വന്നിട്ടുള്ള ആള്. കോളിൻ മീൻസ് ഞാൻ പറഞ്ഞല്ലോ ഫ്രേസൽ വെർബ് കേട്ടോ. ആസ്ക് സംവൺ ടു കം ടു ഹെൽപ്പ് ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ഒരാളെ വിളിക്കുന്നതിനെയാണ് വിളിക്കുന്നതിനെയാണ് നമ്മൾ കോളിൻ എന്ന് പറയുന്നത് കേട്ടോ. ഫ്രേസൽ വെർബാണ്. നോക്ക് ഡൗൺ, ഇതും ഫ്രേസൽ വെർബാണ് കേട്ടോ. കോസ് സംവൺ ഓർ സംതിങ് ടു ഫോൾ ദ ഗ്രൗണ്ടിൽ, എന്തെങ്കിലും ഒരു കാരണം എന്തെങ്കിലും ഒരു വസ്തു കാരണം ഇടിച്ചിട്ടൊക്കെ താഴോട്ട് ഇടുന്നതിനാണ് നോക്ക് ഡൗൺ എന്ന് പറയുന്നത്. ദെൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ് പറഞ്ഞാൽ ലിവിങ് ഓർ ആക്ച്വൽ അല്ലേ, ഒരു ജീവി എന്താ പറയുക, മീൻസ് ജീവനുള്ളവ എന്നൊരർത്ഥത്തിൽ. ബൈലിഫ്, എ ഒഫീഷ്യൽ ഹു ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രിസണേഴ്സ് ഹു ആർ അപ്പിയറിങ് ഇൻ കോർട്ട് അല്ലേ, കോർട്ടിലൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈലിഫ് എന്ന് പറയുന്നത്. ക്യാപ്റ്റീവ് മീൻസ് പ്രിസണർ, തടങ്കിലാക്കപ്പെട്ട വ്യക്തി. കൂബ്, എ കേജ് വെർ സ്മോൾ ആനിമൽസ് ആർ കെപ്റ്റ്, എക്സ്പെഷ്യലി ചിക്കൻസ് അല്ലേ, കോഴിക്കൂട്. ഓക്കെ. മാഗ്നാനിമസ് മീൻസ് ജനറസ്, നോബിൾ, ബിഗ് ഹാർട്ട് അല്ലെ, ഉദാര മനസ്കത. റാഫ്റ്ററിന് എന്താ, ചങ്ങാടം. എ ഫ്ലാറ്റ് ഫ്ലോട്ടിംഗ് സ്ട്രക്ചർ ഓഫ് ട്രാവലിംഗ് ക്രോസ് വാട്ടർ, ഓഫൻ മെയ്ഡ് ഓഫ് പീസ് ഓഫ് വുഡ് tied roughly together and moved along with the paddle അല്ലേ. ഒരു തൂയ വെച്ച് മാത്രം മരത്തും കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വസ്തുവാണ് ചെങ്ങാടം. പ്രൊഫഷൻസ് പറഞ്ഞാൽ എന്താ, സപ്ലൈസ് ഫുഡ് ആൻഡ് അതർ നെസസറി തിങ്സ് അല്ലേ. ഒരു കപ്പലിലൊക്കെ യാത്രക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഫുഡും വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സാധനങ്ങളും. ത്രോ സംതിങ് കെയർലെസ്ലി, വലിച്ചെറിഞ്ഞു കൊടുക്കുക. സൂപ്പർ നാച്ചുറൽ, കോസ്ഡ് ബൈ ദ ഫോഴ്സ്
ദാറ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ സയൻസ് അല്ലേ, സയൻറ്റിഫിക് ആയിട്ട് പറയാൻ കഴിയാത്ത ഒരു അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ. റാപ്പിഡിറ്റി മീൻസ് സ്പീഡ്, വളരെ പെട്ടെന്ന്. ഇൻവാലിഡ്, എ പേഴ്സൺ ഡിസേബിൾഡ് ബൈ ഇൽനെസ്, ഇഞ്ചറി അല്ലേ, വെയ്യാത്ത ആളുകൾ, ദുർബലരായിട്ടുള്ള ആളുകൾ കേട്ടോ. ഫാറ്റിക്, എക്സ്ട്രീം ടയർഡ്നെസ്, അതിഗംഭീരമായിട്ടുള്ള ക്ഷീണം. ക്രാം, ഫോഴ്സ് എ ലോട്ട് ഓഫ് പീപ്പിൾ തിങ്സ് ഇൻ എ സ്മോൾ സ്പേസ് അല്ലേ, കൂട്ടം, നിറയ്ക്കുക അല്ലേ, നിറച്ചു വെക്കുക. പിൽഗ്രിംസ്, എ പേഴ്സൺ ഹു മേക്സ് ജേർണി ഓഫ് എ ലോങ് ഡിഫിക്കൽട്ട് വൺ ടു എ സ്പെഷ്യൽ പ്ലേസ് ഫോർ റിലീജിയസ് റീസൺ അല്ലേ, ഒരു തീർത്ഥാടന യാത്ര ചെയ്യുന്നവർ. ബോറോ, ഗെറ്റ് എ റിസീവ് സംതിങ് ഫ്രം സമ്മൺ അല്ലേ, കടം വാങ്ങുക. ഫ്രം ദി ഇൻറ്റൻഷൻ ഓഫ് ഗിവിങ് ഇറ്റ് ബാക്ക് ആഫ്റ്റർ പീരിയഡ്, പ്രത്യേക സമയം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുമെന്നുള്ള ഇതിൽ വാങ്ങുന്നതിനാണ് ബോറോ. മോത്ത് ബോൾ, എ സ്മോൾ ബോൾ മെയ്ഡ് ഓഫ് ദ കെമിക്കൽ സബ്സ്റ്റാൻസ് ദാറ്റ് പ്രൊട്ടക്ട് ക്ലോസ് ഫ്രം ദ മോട്ട്സ് അല്ലേ, നമ്മൾ ഈ മോട്ട്സുകളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ടൈപ്പ് ഗുളികകൾ അല്ല, മണി പോലത്തെ സാധനം. എഗ് പ്ലാന്റ്, ബ്രിഞ്ചാൾ, വൈതനങ്ങ. മഷ് എന്താണ്, കുഴഞ്ഞ, സോഫ്റ്റ് വെറ്റ് പൾപ്പി മാസ്. ഓക്കെ. ദെൻ ലാമെന്റ്, ഫീൽ എക്സ്പ്രസ് സോറോ അല്ലെ, എന്തെങ്കിലും ദുഃഖം. മാൻഷൻ മീൻസ് എന്താ, 2 നില മാളിക എന്നൊക്കെ പറയില്ലേ, വെരി ലാർജ് ഹൗസ്. സെറ്റപ്പ് മീൻസ് എന്താണ്, സെറ്റപ്പ് ഒരു ഫ്രേസൽ വെർബ് ആട്ടോ. കൺസ്ട്രക്ട്, എസ്റ്റാബ്ലിഷ്, നിർമ്മിക്കുക. റാബിറ്റ് വാറൻ, എ സിസ്റ്റം ഓഫ് ഹോൾസ് ആൻഡ് അണ്ടർഗ്രൗണ്ട് ടണൽസ് വേർ വൈൽഡ് റാബിറ്റ് ലീവ് അല്ലേ, വലിയ റാബിറ്റുകൾക്കൊക്കെ താമസിക്കാൻ താഴത്തുകൂടിയും ഒക്കെ പോകുന്ന രീതിക്കുള്ള ഒരു സെറ്റപ്പുള്ള മുയൽക്കൂടിനാണ് കേട്ടോ. സാറ്റിൻ, ടൈപ്പ് ഓഫ് ക്ലോത്ത് ദാറ്റ് ഈസ് സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടുള്ള ക്ലോത്തിനാണ്. പംസ്, പ്ലെയിൻ ഷൂസ് വിത്ത് ഹീൽസ്, നല്ല ഹീലുള്ള ഷൂവിനാണ്. എറിഡിസൺ മീൻസ് ഷോയിങ് മെനി ബ്രൈറ്റ് കളേഴ്സ് ദാറ്റ് ചേഞ്ച് വിത്ത് മൊമെന്റ്സ് അല്ലേ, സെക്കൻഡുകൾക്കുള്ളിൽ ഇങ്ങനെ കളർ മാറുന്ന ടൈപ്പ് തുണി കേട്ടോ. ഫോൾ അപ്പാർട്ട് മീൻസ് ബ്രേക്ക് ഇൻ ടു പീസസ് അല്ലേ, ഫ്രേസൽ വെർബാണ്. താഴോട്ട് ഇങ്ങനെ വീഴുക, പൊടിഞ്ഞ് വീഴുക. കം ഡൗൺ വിത്ത്, ഇതും ഫ്രേസൽ വെർബാട്ടോ. സ്റ്റാർട്ട് ടു സഫർ ഫ്രം അൻ ഇൽനെസ് അല്ലേ, എന്താണ്, അസുഖം എന്ത് ചെയ്യാണ്, സഫർ ചെയ്യുക എന്നൊരർത്ഥത്തിലാട്ടോ. കൊളാപ്സ്, ദ സഡൻ ഫോളിങ് അല്ലേ, എന്താണ്, ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുക. സ്ട്രേ മീൻസ് ഹാവിങ് നോ ഹോം അല്ലെ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ. ഫോഗി, ബ്ലവേഡ് ഓൺ റിസൾട്ട്സ് ഇഫ് ബൈ ഫോഗ് അല്ലെ, ഒരു മൂടിയ അവസ്ഥ. ബബ് ഇൻ ടു പറഞ്ഞാൽ ഹിറ്റ് സംവൺ സംതിങ് വിത്ത് യുവർ ബോഡി, യൂഷ്വലി ബൈ ആക്സിഡന്റ് അല്ലെ, എവിടെയെങ്കിലും പോയി ഇടിക്കുക. സർവൈവ്, കണ്ടിന്യൂ ടു ലീവ് എക്സിസ്റ്റൻസ് ഇൻ ആഫ്റ്റർ ദ ഡിഫിക്കൽട്ട് ഡേഞ്ചറസ് സിറ്റുവേഷൻ, എന്താണ്, സർവൈവ് ചെയ്യുക അല്ലെ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളെയൊക്കെ അതിജീവിക്കുക. Scarecrow means a model of the person dressed in an old cloth and put in a field of growing crops so the frightened birds away അല്ലേ, പാടങ്ങളിലൊക്കെ ഒരു മനുഷ്യ ശരീരത്തിന്റെ രൂപത്തിൽ വെച്ചിരിക്കുന്ന കോലം എന്ന് പറയില്ലേ നമ്മൾ, അതിനാണ് സ്കെയർക്രോ എന്ന് പറയുന്നത്. ക്ലംസി, ലാഗിങ് സ്കിൽ ആൻഡ് ഫിസിക്കൽ കോർഡിനേഷൻ അല്ലെ, ക്ലംസി ആയിട്ടൊരു സുഖമില്ലാത്തൊരു വിചിത്രമായിട്ടുള്ള രീതിയിലുള്ള ഒരു വിരൂപമായിട്ടുള്ള രീതിയിലുള്ളൊരു ചലനം. നോക്ക് ഡൗൺ മീൻസ് എന്താണ്, ഡിമോളിഷ് അല്ലേ, താഴോട്ടിങ്ങനെ നശിച്ച് പൊട്ടി പൊളിഞ്ഞ് കൊളാപ്സ് എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലൊക്കെ വരും കേട്ടോ, ഡിമോളിഷ്. ആൾട്ടിറ്റ്യൂഡ് മീൻസ് എന്താ, ഉയരങ്ങൾ. സെലൈൻ മീൻസ് ഷോയിങ് പുവർ മെൻ്റൽ എബിലിറ്റി ബിക്കോസ് ഓൾഡ് ഏജ്, വയസ്സായത് കാരണം ബുദ്ധിക്കൊക്കെ ഒരു കുറവ് സംഭവിക്കുന്നതിനാണ് സെലൈൻ എന്ന് പറയുന്നത്. അനോയൻസ് മീൻസ് സംതിങ് ദാറ്റ് അനോയ്സ് സംബഡി അല്ലേ, ശല്യമാവുക അല്ലെ, മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഒക്കെ ശല്യമായി മാറുന്നതിനാണ് അനോയ്സ് എന്ന് പറയുന്നത് കേട്ടോ. മക്കളെ ഇത്രയേ ഉള്ളൂ അല്ലേ, എ വെരി ഓൾഡ് മാൻ വിത്ത് അനോമസ് വിങ്സ് അല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു അല്ലേ. മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന റൈറ്റിംഗ് വളരെ മനോഹരമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഇതിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.